Yeah.
നമുക്ക് ജോൺ 6:32 ജോൺ 6:32 യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശ അല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ജീസസ് സെഡ് ടു ദം. കുറച്ച് ജനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കർത്താവിനെ ഫോളോ ചെയ്യുന്നവരുണ്ടായിരുന്നു. അവരുടെ ചിന്താമണ്ഡലങ്ങളൊക്കെ അന്നേ മാറി മാറി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ കാലത്തിൽ മാറുന്നതിൽ അതിശയമൊന്നുമില്ല. അപ്പോൾ അവരുടെ അടുത്ത് യേശു പറയുന്നതാണ്, ജീസസ് സെഡ് ടു ദം, വെരി ട്രൂലി ഐ ടെൽ യു, ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു. നമ്മുടെ അടുത്തൊക്കെ ഒത്തിരി കടുപ്പിച്ചാണ് പറയുന്നത്, ഒന്നുകൂടെ സ്ഥാപിച്ചിട്ടാണ് കർത്താവ് മറുപടി പറയുന്നത്. നമുക്ക് മെസ്സേജ് തരുന്നതെല്ലാം അതേ കണക്ക്. വെരി ട്രൂലി ഐ ടെൽ യു, ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ട് ഡബിൾ ആമേൻ പറഞ്ഞിട്ട് പറയുന്നു. ഇതെല്ലാം നമ്മുടെ അടുത്ത് മാത്രം പറയുന്നു. ജീസസ് സെഡ് ടു ദം, വെരി ട്രൂലി ഐ ടെൽ യു, ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് മോസസ് ഹു ഹാസ് ഗിവൻ യു ദ ബ്രെഡ് ഫ്രം ഹെവൻ. മോശയല്ല സ്വർഗത്തിൽ നിന്നും അപ്പം നമുക്ക് തന്നതെന്ന്. നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊരു ജോലി കെട്ടിത്തരുന്ന ആ മുതലാളിമാരാണ് ആ സ്ഥാപനം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ജോലി കിട്ടിയത്, ആ ആ മാനേജർ ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ശമ്പളം കിട്ടിയത്. മറ്റുള്ളവരെ വെച്ച് കമ്പാരിസൺ ചെയ്യും. പക്ഷേ കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയാണ്, മോശയല്ല അപ്പം തന്നത്. സ്വർഗത്തിൽ നിന്ന് എന്ത് തരുന്നതും മനുഷ്യനല്ല, അത് പിതാവായ ദൈവത്താലാണ് നടക്കുന്നത്. ആരും അത് മനസ്സിലാവുന്നില്ല. നമ്മൾ സഭയിൽ പോയി തീരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ സഭ കാരണമാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്, നമുക്കൊരാവശ്യം വന്നിരുന്ന സഭയാണ് നടത്തുന്നതെന്ന്. പക്ഷെ അതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ ലോകപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. നമ്മുടെ കുറവോ നമ്മുടെ ആവശ്യമോ കാര്യങ്ങളോ എല്ലാം പ്രവർത്തിക്കുന്നത് പിതാവായ ദൈവം ഇല്ലെങ്കിൽ ഈ പ്രവർത്തനം ഒന്നും നടക്കത്തില്ല. ഈ പ്രവർത്തനം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം എന്ന് വെച്ചാൽ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ നമ്മുടെ സഭയോ ഒന്നും വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. പിതാവായ ദൈവം വിചാരിച്ചാലാണ് നമ്മൾ ജീവനോടുകൂടി ഇവിടെ ഇരിക്കുന്നതും നമുക്ക് ആഹാരം കിട്ടുന്നതും അതിനുള്ള വഴികളൊക്കെ ഒരുക്കി തരുന്നതും ആത്മീയമായിട്ട് നമ്മൾ ബലപ്പെടുന്നതും എല്ലാം പിതാവായ ദൈവം ഒരാൾ വിചാരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം അന്ന് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ബ്രെഡ് കിട്ടിക്കൊണ്ടിരുന്നത് സ്വർഗത്തിൽ നിന്ന് മോശ ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടിയതെന്നാണ്. മോശ വാങ്ങിച്ച് തന്നെന്നും വരാം. പക്ഷെ ഇവിടെ കർത്താവ് അത് വ്യക്തമായിട്ട് കണ്ണിച്ച് പറയാണ്, വെരി ട്രൂലി ഐ ടെൽ യു, ഇറ്റ് ഈസ് നോട്ട് മോസസ് ഹു ഹാസ് ഗിവൻ യു ദ ബ്രെഡ് ഫ്രം ദ ഹെവൻ. അപ്പോൾ ഇവിടെ കണ്ണിച്ച് പറയാണ്, ഇത് മോശ അല്ല നിങ്ങൾക്ക് ബ്രെഡ് തന്നത് സ്വർഗത്തിൽ നിന്നും, അത് സ്വർഗത്തിൽ നിന്ന്. കാരണം മോശ ബ്രെഡും ഫാക്ടറിയിൽ പോയി ഒന്നും ബ്രെഡ് വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ നേരത്തെ കരുതിയും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ മോശയുടെ കയ്യിൽ ബ്രെഡ് കിട്ടിയത്? അപ്പോൾ നമ്മൾ ആ മോശയെ ദൈവമാക്കും. ഇതാണ് സംഭവം നമ്മുടെ ലോകത്തിലും. ഒരാൾ നമ്മളെക്കാളും എന്തെങ്കിലും ഒരു ആത്മീയ കാര്യങ്ങൾ ചെയ്തു തീരുന്നാൽ അയാൾ ദൈവമാണ്. നമ്മൾ പട്ടിണിയായിട്ട് ഇരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഒരു പ്ലേറ്റ് ചോറ് കൊണ്ട് തന്നു തീരുന്നപ്പോൾ നമ്മൾ പിന്നെ അവരെ ദൈവമാക്കും. അതാണ് മനുഷ്യൻ്റെ ഇതിവിടെയും അത് തന്നെ പറഞ്ഞു. അപ്പോൾ മോശ എത്രയോ ലക്ഷം ജനത്തിന് അപ്പം കൊടുത്തു. മോശ കയ്യിൽ കൊണ്ട് നടന്നതല്ലേ, അപ്പം വേണം എന്ന് പറഞ്ഞ ആവശ്യം വന്നപ്പോൾ അത് മന്ന കൊടുത്തു. ആ മന്ന സ്വർഗത്തിൽ നിന്നാണ് വന്നത്, അല്ലാതെ മോശയല്ല കൊടുത്തത്. അപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത്, ഇവിടെ നമുക്കും ലോകപരമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നന്മകളും കാര്യങ്ങളും എല്ലാം ദൈവം അറിയാതെ, പിതാവായ ദൈവം അറിയാതെ അല്ല ഇതെല്ലാം നടക്കുന്നത്. പിതാവ് അനുവാദം തന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ കിട്ടുന്നത്, നമുക്ക് ജോലി കിട്ടുന്നത്, നമ്മൾ വളരുന്നത്, ഇത്ര വയസ്സ് വരെ വളരാൻ വേണ്ടി അനുവാദം തന്നത്. കാരണം ജീവൻ തരുന്നതും ജീവൻ എടുക്കുന്നതും ദൈവം അത്രേ, അല്ലാതെ മനുഷ്യനല്ല. നമ്മൾ വിചാരിക്കും ആ കൂട്ടത്തിൽ അവരിപ്പോൾ നമ്മളെ അടുത്തിട്ട് കൊല്ലും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവന് പറ്റത്തില്ല. കർത്താവ് തന്നെ പറയുന്നത്, ദൈവം തന്നെ പറയുന്നത്, ജീവൻ കൊടുക്കാനും എടുക്കാനും എനിക്ക് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ വേറെ ആൾ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിധിച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അതിന് ആ ഭയം മാറിക്കിട്ടാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും പറയുന്നത്,
പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാവ് തരുന്നത് പിതാവായ ദൈവമത്രേ. ആ പിതാവായ ദൈവം തരുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ഭയം എന്നൊരു സംഭവമില്ല. അപ്പം നമുക്കൊന്ന് ലോകത്തോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എന്ത് ആവശ്യത്തിന് പോയാലും ഭയം എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം. കർത്താവ് നേരത്തെ കൂട്ടി യേശു പിതാവായ ദൈവത്തിനടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഈ ഭൂമിയിൽ വിടുന്നത് ചെന്നായ്ക്കളുടെ ഇടയിൽ കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ സ്വർഗീയ വഴിയും കാര്യങ്ങളുമല്ല, ചെന്നായ്ക്കളെ അവർ വലിച്ച് ചീന്തി കീറിക്കളയും. പക്ഷെ പിതാവായ ദൈവം അനുവദിക്കാതെ ഇതൊന്നും നടക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ? വെരി ട്രൂലി ഐ ടെൽ യു, ഇറ്റ് ഈസ് നോട്ട് മോസസ് ഹു ഹസ് ഗിവൻ യു ദ ബ്രെഡ് ഫ്രം ഹെവൻ, ബട്ട് ഇറ്റ് ഈസ് മൈ ഫാദർ ഹു ഗിവ്സ് യു ദ ട്രൂ ബ്രെഡ് ഫ്രം ഹെവൻ. കാരണം പിതാവായ ദൈവം തരുന്ന അപ്പമാണ് സത്യമായിട്ടുള്ള അപ്പം. ആ ഒരപ്പം 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് 5000 പേരിലെ പോഷിപ്പിച്ചതെന്ന് പറയുന്നത് അത് പിതാവായ ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി ആ ബാലൻ ആ 5 അപ്പവും 2 മീനും കൊണ്ടുവന്നതാണ്. അത് ഇത്രയും പേർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ കരം അവിടെ വന്നു, സ്വർഗത്തിൽ നിന്ന് അപ്പം വന്നു. ഈ 5 അപ്പവും 2 മീനും വീതിച്ച് കുട്ടയിലെ ശിഷ്യന്മാർക്ക് കൊടുത്തു തീർന്നപ്പോൾ അവർ എടുക്കും തോറും ആ ബാസ്ക്കറ്റ് നിറഞ്ഞുകൊണ്ടേയിരുന്നു. അതെവിടെ നിന്ന് വന്നു? ബാലൻ്റെ അടുത്തു നിന്നാണോ? അത് സ്വർഗത്തിൽ നിന്ന് പിതാവ് കൊടുത്ത് വിട്ട ബ്രെഡാണ് ആ കൊട്ട നിറയെ വന്നത്. അവർ കഴിച്ച് തൃപ്തരായി, മിച്ചവും വന്നു. എന്നിട്ട് അത് പിറക്കി എടുക്കാൻ പറഞ്ഞു തീർന്നപ്പോൾ അവർക്ക് 12 കൊട്ട നിറയെ കിട്ടി. ഇതൊക്കെ എവിടെ നിന്ന്? ഭൂമിയിൽ നിന്നാണോ വന്നത്? ആ ബാലൻ്റെ അമ്മ കൊടുത്തു വിട്ടതാണോ? അതോ മറ്റുള്ളവർ കണ്ടു തീർന്നപ്പോൾ പെരുക്കി കൊടുത്തതാണോ? അപ്പോൾ അവിടെ ഇതൊക്കെ നടക്കുന്നതാണ്. കർത്താവ് അവിടെ ഉണ്ട്, യേശു അവിടെ ഉണ്ട്. പക്ഷേ യേശു അല്ല ചെയ്തത്, പിതാവായ ദൈവം അത്ര ഇത് ചെയ്തത്. അതുകൊണ്ട് ഇവിടെയും എടുത്തു പറഞ്ഞത് എന്താണ്? ഇത് ബട്ട് ഇറ്റ് ഈസ് മൈ ഫാദർ ഹു ഗിവ്സ് യു ദ ട്രൂ ബ്രെഡ്. സത്യമായിട്ട് നീതിയോടുകൂടിയുള്ള ആ അപ്പം സ്വർഗത്തിൽ നിന്ന് തരുന്നത് എൻ്റെ പിതാവ് അത്രേ. ഫോർ ദ ബ്രെഡ് ഓഫ് ഗോഡ് ഇസ് ദ ബ്രെഡ് ഓഫ് ദറ്റ് കംസ് ഡൗൺ ഫ്രം ഹെവൻ. ദൈവത്തിൻ്റെ ആ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ആൻഡ് ഗീവ്സ് ലൈഫ് ടു ദ വേൾഡ്. ഈ ഭൂമിക്ക് ജീവൻ കൊടുക്കുന്നതാണ് ആ ബ്രെഡ്. അപ്പം നമ്മളിവിടെയൊക്കെ ഫുഡ് കഴിക്കുന്നതാണ്. കല്ലിനെയും മണ്ണിനെ ആരാധിക്കുന്നവനും ഫുഡുണ്ട്, അവർക്കും കുടിക്കാൻ പാനീയമുണ്ട്. ഇതെല്ലാം അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കൊക്കക്കോള കമ്പനി കൊക്കക്കോള ഉണ്ടാക്കുന്നതല്ല. അവർക്ക് വെള്ളം കിട്ടിയാലല്ലേ കൊക്കക്കോള ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ വെള്ളം എവിടെ നിന്ന്? സ്വർഗത്തിലെ പിതാവായ ദൈവം വെള്ളം ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ വെള്ളവും ഇല്ല, ഓക്സിജനും ഇല്ല, ആഹാരവും ഇല്ല. ഓരോ കാലത്തിൻ്റെ ഒത്തവണ്ണം നമുക്ക് വേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം ഈ ഭൂമിയിൽ നിന്ന് കിളിർത്ത് വരുന്നു. ഇതെല്ലാം വന്നിട്ട് ആണ് നമ്മൾ ഈ ആഹാരം കഴിച്ച് ഈ ഭൂമിയിലിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഫുഡ് വരുന്നത്. അവർ ലോറിയിൽ കൊണ്ടുവരുന്ന പൈസ കൂടുതൽ, അതുകൊണ്ട് കൂടുതൽ കൊടുക്കും. ഇതൊക്കെ അവരല്ല. കടലിൽ മീൻ പിടിക്കാൻ പോണവർ വിചാരിക്കുന്നത് അവർ പ്രാർത്ഥിച്ച് പോയപ്പോഴാണ് മീൻ കിട്ടിയെന്ന്. കടലിൽ മീൻ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ മീൻ വർഗത്തിന് കടലിൽ ഇട്ടിരിക്കുന്ന മനുഷ്യന് കഴിക്കാൻ വേണ്ടി തന്നെയാണ്, ആ മനുഷ്യന് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ കുറച്ച് തൊഴിലാൾക്കാരെ ചെതറിച്ച് മാറ്റി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരാണ് പോയി കടലിൽ നിന്ന് മീൻ വാങ്ങിച്ചത്. അപ്പോൾ കടലിൽ നിന്ന് അവർ പൈസ കൊടുത്താണോ മീൻ വാങ്ങിക്കുന്നത്? അപ്പോൾ ആ മീൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് വല്ലതും ചിന്തിച്ചോ? ഞങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവന്ന മീനാണ്. കിടക്കട്ടെ 1500 രൂപ ഒരു 2 കിലോ നെയ്മീനിന്. അപ്പോൾ ഈ പറയുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല ഇത് എനിക്ക് സൗജന്യമായിട്ടാണ് കിട്ടിയത്. എനിക്ക് ചിന്തിക്കേണ്ട എന്താണ്? ഞാൻ പെട്രോൾ ചിലവാക്കി, എൻ്റെ കൂടെ ഒരു 6-7 പേരുണ്ട് ജോലിക്ക്, അവർക്കെല്ലാം വന്ന് അന്നന്ന് വേണ്ട ആകാരത്ത്. അതല്ല, ഒറ്റയടിക്ക് 1500 രൂപ ഒരു മീനിന്. അങ്ങനെ ഒരു 25 മീനാണെങ്കിൽ രൂപ എത്രയായി? എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ പട്ടിണിയാണ്. അതെന്താ സംഭവിക്കുന്നത്? കാരണം ദൈവത്തിനെ പുച്ഛമായിട്ട് മാറ്റി, അത് ഓർക്കത്ത് പോലുമില്ല. അവരെന്താ അധ്വാനിച്ച് കിട്ടിയെന്നുള്ള ഭാവമാണ്. അതേ കണക്കാണ് ഈ ലോകത്തെ മനുഷ്യരും. കൊക്കക്കോള ആയാലും ബ്രെഡ് ഉണ്ടാക്കുന്നവർ, ഈ ബ്രെഡ് ഉണ്ടാക്കുന്നവർ ഈ പറയുന്ന ഗോതമ്പ് എവിടെ നിന്ന് വരുന്നത്? ദൈവം ആ ഭൂമിയിൽ വിളവിന് വേണ്ടിയുള്ള അവസരം ഒരുക്കിയില്ലെങ്കിൽ അവിടെ ഒന്നും വരത്തില്ല. വെട്ടുകിളി കൊണ്ടുവന്ന് കടിച്ച് അതിനെ നശിപ്പിച്ച് കളയും വയലുകൾ.
അപ്പോൾ ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നതെന്താണ്? നമ്മുടെ അധ്വാനം, ഞങ്ങൾ പ്രാർത്ഥിച്ച കൊണ്ടാണ് ഞങ്ങൾക്ക് ആഹാരം. ഒരു പ്രാർത്ഥനയില്ലാതെ ഏറ്റവും കൂടുതൽ ദൈവം വെറുക്കുന്നതെന്ന് വിഗ്രഹത്തിനെയും അങ്ങനെയുള്ള ഇതിനെന്ന് പറഞ്ഞ് ഇത് ആ പറയുന്ന നോൺ ക്രിസ്ത്യൻസ് അങ്ങനത്തെ ഉള്ളതിനെ ആരാധിക്കുന്നവർക്കും നമ്മളെക്കാളും ആഹാരം കിട്ടുന്നു, നമ്മളെക്കാളും അവരുടെ മക്കൾ പഠിക്കുന്നു, നമ്മളെക്കാളും മാർക്ക് വാങ്ങിച്ച് അവർ ഉന്നത സ്ഥാനങ്ങളിലെത്തുന്നു, അവർ ഓരോ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആവുന്നു. ഇതൊക്കെ എങ്ങനെ നടക്കുന്നത്? ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് ഭൂമിയിൽ സൃഷ്ടിച്ച് അവരവരെ ഇതിലാണ് പോകണമെന്ന് നമ്മൾ വിചാരിക്കരുത്. ദൈവം നമ്മളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു ഇതിൽ വായിച്ചപ്പോൾ ഒരു ഇത് പറയുന്നത് കേട്ട്, ദൈവം ഓൾറെഡി നമ്മുടെ തലയിൽ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ ആരാവും, എന്താവും, എത്ര വയസ്സ് വരെ ഉണ്ടെന്ന്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ നല്ലവനാവണം തീയതാവണം? ദൈവം ഓൾറെഡി നിശ്ചയിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നല്ലതാവണമെന്ന് വിചാരിച്ചാലും ദൈവം എന്നെ നല്ലതാവത്തില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവില്ലല്ലോ. അപ്പോൾ ആ വ്യക്തി ഇത് പറയുന്ന ഒരു നോൺ ക്രിസ്ത്യൻ ആൾ ഒരു വിശ്വാസിയുടെ അടുത്ത് പറയുന്നത്, അവരുടെ വിശ്വാസിയിൽ. അപ്പോൾ ആ വിശ്വാസി പറയാണ്, നമ്മുടെ തലയ്ക്ക് എഴുതി വച്ചിട്ടുണ്ട് ദൈവം, നീ ഇന്നതാണ്, നീ എഞ്ചിനീയർ ആവും, നീ ഡോക്ടറാവും എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നത് അതേ ആവുള്ളൂ, നമ്മളിനി എന്ത് ശ്രമിച്ചാലും. അപ്പോൾ ദൈവം ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ കിടന്ന് അത് നോക്കണം, ഇത് നോക്കണം, ഇത് ചിന്തിക്കണം? നമ്മുടെ ജീവിതം ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേ കണക്കാണോ? പക്ഷെ നമ്മുടെ ദൈവം വേറൊരു ഇതുണ്ട്. അവർ ചോദിച്ചതിനും ഇതിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യന് ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജന്മം കൊടുക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ നമ്മളാണ് ആ തെറ്റായ നെഗറ്റീവ് സൈഡിൽ കൂടെ പോണത്. ദൈവമല്ല അങ്ങോട്ട് വിടുന്നത്. ദൈവം മനുഷ്യനെ നല്ലതിന് വേണ്ടിയാണ് വിട്ടിരിക്കുന്നത്, നല്ലതാകാൻ വേണ്ടിയാണ്. അവർ നല്ലത് പ്രവർത്തിച്ചു തീർന്നാൽ ഞാൻ രണ്ടാം വരവിൽ വരുമ്പോൾ ഞാൻ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ നിങ്ങളും നമ്മളും എല്ലാം ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ആ പറയുന്ന ഈ ഭൂമിയിലുള്ള ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ സഭയിൽ പോയി ഇരിക്കുന്ന ദൈവമക്കളുടെ കാര്യമല്ല, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ കാര്യമാണ്. കാരണം അത് സ്വർഗത്തിൽ നിന്നും കിട്ടുന്ന ആ അഭിഷേകത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ പൈസ കൊടുത്ത് കിട്ടുന്നതല്ല, ഇവിടെ ബൈബിൾ കോളേജിൽ പോയി കിട്ടുന്നതുമല്ല, ഇവിടെ വായ തോന്നുന്ന വിളിച്ച് പറയുന്നതുമല്ല. സ്വർഗീയ ദൈവം തരുന്ന ദാനമത്രേ. അതിന് വാഞ്ചയോടുകൂടി ഇരുന്ന് നമ്മളത് ആവശ്യമുള്ളവർ ആ വാഞ്ചയോടുകൂടി എനിക്ക് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ അത് തരും. അപ്പം നമ്മൾ അതിനവിടെ മാറ്റി വച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് മാർക്ക് കൂടുതൽ കിട്ടി പാസ്സാവണം, ജോലി കിട്ടണം, നല്ല ജോലി കിട്ടണം, ശമ്പളം കിട്ടണം, ഇതെല്ലാം പ്രാർത്ഥിച്ചെല്ലാം വന്ന് തീരുമ്പോൾ സഭയും പ്രാർത്ഥിച്ച് ഉപവസിച്ച് എല്ലാം കഴിഞ്ഞ് തീരുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഓ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ നേരത്തെ പറഞ്ഞ കണക്ക് ദൈവം ഓൾറെഡി നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, നല്ലതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ നല്ലതിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ബാക്കി ചെയ്യേണ്ടതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി അത്രേ. കാരണം ദൈവം ഓൾറെഡി നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനാണ് തയ്യാറായിട്ടിരിക്കുന്നത്. അത് വാശിയോടുകൂടി ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മാറുന്നവരാണ് തീച്ചോലയിൽ അകപ്പെടുന്നത്, അവിടെ കൊണ്ട് എറിയുന്നത്. അവിടെ പറയുന്നതാണ്, കളകൾ ഒരുപാടുണ്ട്, അതിൻ്റെ വക്കോലെല്ലാം കൂടെ എടുത്ത് ഞാൻ മാറ്റി വെച്ച അവസാനം തീയിട്ട് കളയുന്നു. പക്ഷേ ഈ പറയുന്ന തീ പൊഴിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ്. നമ്മൾ ഇരുമ്പിനെയൊക്കെ ഒരുക്കി ഓരോ ഇമേജ് ഉണ്ടാക്കുന്നതിന് കണക്കിന് അതിനേക്കാളും എത്രയോ മടങ്ങ് തീയ. പക്ഷെ അതിലൊരു രസമുണ്ട്, ആ തീയിലും പുഴു നശിക്കുന്നില്ല, അത് ജീവനോടുകൂടി തന്നെ ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ്റെ ആത്മാവ് ആ തീയിലാണ് പോയെങ്കിലും അത് ജീവനോടുകൂടി ആ തീയിലുണ്ട്. അതുകൊണ്ടാണ് ലാസറിൻ്റെയും കാര്യങ്ങളൊക്കെ ഈ മനുഷ്യൻ കാണുന്നത്. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലോ എന്ന്. അപ്പം നേരത്തെ അറിയാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് ആ സത്യം ഈ ജനത്തിന് വിളിച്ച് പറയിക്കുന്നത്. അതിനെ സോപ്പിട്ടല്ല വിളിച്ച് പറയേണ്ടത്. വചനം എന്ത് പറയുന്നോ കൃത്യമായിട്ട് അത് വിളിച്ച് പറഞ്ഞ് അത് ഏറ്റെടുക്കുന്നവർക്ക് ആ വിടുതൽ, അത് ഏറ്റെടുക്കുന്നവർക്ക് അത് പ്രാപിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ചിന്ത പറച്ചിലും നാവിലും പറയുന്ന ഒന്നും പ്രവൃത്തി വേറെയാണ്. ലോക മനുഷ്യൻ്റെ പ്രവൃത്തിയും ചിന്തയും നമ്മുടെ കൂടി വരുന്ന സഭകളുടെ അവരുടെ പറച്ചിലും കാര്യങ്ങളും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തും വന്നിരുന്ന ഈ ആത്മാവിനെ ഒന്നും പ്രാപിക്കാൻ ഒക്കില്ല.
ആത്മാവിനെ പ്രാപിക്കാത്ത രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല. വ്യക്തമായിട്ട് പറയുന്നു. കർത്താവ് ആത്മാവ് സ്പിരിറ്റായിട്ടാണ് വരുന്നത്, അല്ല മനുഷ്യരൂപത്തിലല്ല വരുന്നത്. ഭൂമിയിൽ ജനിച്ച് വളർന്ന് കർത്താവ് മനുഷ്യരൂപത്തിലായിരുന്നു, നമ്മളെപ്പോലെ തന്നെയായിരുന്നു. ആ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് 3-4 ഉയരത്തെ എണീറ്റ് പോകുന്നതൊക്കെ നമ്മൾ കണ്ട്. പിന്നെ പറഞ്ഞത് ഇനി വരുമ്പോൾ അത് ഹോളി സ്പിരിറ്റിൻ്റെ സ്പിരിറ്റിൻ്റെ രൂപത്തിലാണ് വരുന്നത്. സ്പിരിറ്റിൻ്റെ രൂപത്തിൽ വരുമ്പോൾ ആ കർത്താവിനെ കാണാൻ പറ്റുന്നവർ ഈ സ്പിരിറ്റ് ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മനുഷ്യൻ അവിടെ കണ്ടിട്ട് ഒരു കാര്യമില്ല, കാരണം എടുക്കപ്പെടുന്നില്ല. കർത്താവ് വന്നവനും സ്പിരിറ്റിലുള്ളത്. അപ്പോൾ ഈ ആത്മാവ് പ്രാപിക്കണം. അല്ല നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോഴും കളിച്ചിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ കൊറോണ വന്നിട്ട് ആരും അറിയുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഇൻ എ പോസിറ്റീവ് വേൾഡ്. 2020 വരെ നമ്മളെല്ലാത്തിനും പോസിറ്റീവേ പറയാവോ, പോസിറ്റീവേ സംസാരിക്കാവോ, ജോലിക്ക് ചെന്നാൽ പോസിറ്റീവേ പറയാമല്ലോ, പ്രസംഗിക്കുമ്പോൾ പോസിറ്റീവേ സംസാരിക്കാവോ. യെസ്, കർത്താവ് അതിനെല്ലാം കൂടെ നെഗറ്റീവാക്കി കൈ തന്നു. 2020 കഴിഞ്ഞ് തരുന്നപ്പോൾ പോസിറ്റീവ് കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഫ്ലൈറ്റിലും പോകാൻ പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റും, സഭയിലും കയറാൻ പറ്റുള്ളൂ. അത് എത്ര ഈസി ആയിട്ട് കർത്താവ് മാറ്റി തന്ന്. പോസിറ്റീവുമായിട്ട് നടന്നവരെല്ലാം ഇപ്പം നെഗറ്റീവ് കൊണ്ടാണ് നടക്കുന്നത്. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാൻ എക്സ്പോ 2020 ചെന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറയാമെന്ന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇത് കാണാൻ ഏതെങ്കിലും ഒന്ന് തന്നാൽ മതി. ഞാൻ എയർപോർട്ടിലെ ഇത് മതിയോ? മതി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മൊബൈലിൽ ഇരുന്നെടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞ് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. എത്ര കൃത്യമായിട്ട് അവർ പറയുന്നത്. അത് 72 hours ഉള്ളൂ, ആ ഡേറ്റ് കഴിഞ്ഞു പോയി. ഞാൻ ഇത് കാണാൻ വേണ്ടി ഇനി PCR ടെസ്റ്റ് എടുക്കാൻ പോകണമെന്ന് ചോദിച്ചു. അതുകൊണ്ട് പറഞ്ഞ് ടിക്കറ്റ് തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുന്ന നേരം കൊണ്ട് ഞാനും തരും നാട്ടിലെ PCR ടെസ്റ്റിൻ്റെ അടുത്ത് വെച്ചിരുന്നു. ഇനി അതും വേറെ ഫൈസറിൻ്റെ അല്ലെങ്കിൽ അതൊക്കെ കയറി ചോദിക്കുമെന്ന് ചെയ്യാം. പക്ഷെ അവിടെ ചെന്ന് ഇത് കാണിച്ചപ്പോൾ അവരൊന്നും വേണ്ടിയില്ല, അവർ സ്കാൻ ചെയ്തെടുത്തിട്ട് ഓക്കെ കയറിക്കൊന്നു. അപ്പോൾ ഞാൻ പറയാണ്, അതും ആ സർട്ടിഫിക്കറ്റ് ഏത് നെഗറ്റീവ്, പോസിറ്റീവല്ല. നമ്മളത് ചിന്തിച്ചൊക്കെ 2020 വരെ എല്ലാം പോസിറ്റീവ് വേണം. പോസിറ്റീവ് ഉണ്ടെങ്കിലേ ഈ ലോകത്തിലല്ലോ അവൻ്റെ അവൻ നാവെടുത്താൽ അവൻ നെഗറ്റീവേ പറയുള്ളൂ എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും നാവെടുത്താൽ എല്ലാവരും നെഗറ്റീവേ സംസാരിക്കുള്ളൂ. നീ വന്നാ നെഗറ്റീവ് ആയിരുന്നോ? നമ്മൾ ഗൾഫിൽ വന്നാലും പോയാലും എല്ലാം തിരക്കുന്ന ആദ്യം നെഗറ്റീവ് ആണോ? അപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം പറയുന്നു ഞാൻ നെഗറ്റീവാ. 2020 മുമ്പ് നമ്മൾ പറയാണ് ഞാൻ നെഗറ്റീവാണത് പുറപ്പെടാം, നെഗറ്റീവായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ആ പറയുന്ന ആ നെഗറ്റീവ് ഇവിടെ പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് പോസിറ്റീവായിരുന്ന ഞാനിപ്പോൾ നെഗറ്റീവായി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് നമ്മൾ വായിച്ചത് 37. ബട്ട് ആസ് ഐ ടോൾഡ് യു, യു ഹവ് സീൻ മീ ആൻഡ് സ്റ്റിൽ യു ഡു നോട്ട് ബിലീവ് മീ. നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എങ്ങനെ കണ്ടു? നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങളിൽ എൻ്റെ യേശു പ്രവർത്തിച്ച് തന്നതെന്ന് പറയുമ്പോൾ അത് പിതാവിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് അതിന് ഫുൾഫിൽ ചെയ്തത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ബട്ട് ആസ് ഐ ടോൾഡ് യു ഹാവ് സീൻ മീ ആൻഡ് സ്റ്റിൽ യു ഡു നോട്ട് ബിലീവ്. നിങ്ങൾ എൻ്റെ പ്രവൃത്തികളും എൻ്റെ അത്ഭുതവും അടയാളങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടും കേട്ടും രുചിച്ചറിഞ്ഞു. എന്നിട്ട് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് പറയുക എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്ത് പറ്റി നമുക്കെല്ലാം? അയ്യോ ഹല്ലേലൂയ. നല്ല മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയാണ്. ഞാൻ ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡാഡി എപ്പോഴും ഇത് തന്നെ. പക്ഷെ ലോകം നെഗറ്റീവാ, അതാരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇതാരാ ആക്കിയത്? പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് വരെ വിചാരിച്ചാൽ നടക്കത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് സൃഷ്ടിച്ച ഈ ഭൂമിയെ ഒറ്റയടിക്ക് നെഗറ്റീവാക്കി, ഭൂമി മുഴുക്കി, എല്ലാം ഓട്ടം തുടക്കി, വാക്സിനേഷനും വകുപ്പും. എന്നിട്ടും മൂച്ച് വിട്ടില്ല. ഞങ്ങൾ വാക്സിനേഷൻ എടുത്ത് ഞങ്ങൾക്ക് ഇനി ലോകം പിടിക്കാൻ പോകാം. അവിടെയും പിടിച്ചു. നെഗറ്റീവ് ഉണ്ടോ? കയറിക്കോ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അടുപ്പിക്കില്ല, ദൂരെ. ഇപ്പോഴും പറയുന്നു മാസ്ക് ഇട്ട് ദുബായിലൊക്കെ ചിലയിടത്തെ കാണുമ്പോൾ 3 അടി
3 മീറ്റർ 3 അടി ദൂരമാണ് ഓരോ എക്സിബിഷനിൽ ചെന്നപ്പോൾ അത് കണക്ക് തന്നെ. 2 കാല് ഇവിടെ ഇരിപ്പുണ്ട്, അത് കഴിഞ്ഞ് 3 അടി കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ 2 കാല്. പക്ഷേ ഇതിൻ്റെ അകത്ത് വെച്ച് 7 പേര് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ ആസ് യൂഷ്വൽ, കാരണം ഇവർക്ക് ഇവരുടെ ബിസിനസ്സാണ്, അല്ല രാജ്യത്തിൻ്റെ ഇതല്ല, ബിസിനസ്. എന്നിട്ട് ആളില്ല. ഞാൻ ചെന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കി മുഴുക്കുകയും സ്കൂൾ പിള്ളേരാണ്, ഫ്രീ. ഓരോരുത്തർ വരുമ്പോൾ അവിടെ കൗണ്ട് എടുക്കും, എത്ര പേര് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പെവലിയനിൽ കയറി എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പണ്ട് ഒരു ടിക്കറ്റ് ഫെയർ ഡിക്ലെയർ ചെയ്തപ്പോൾ എത്രയോ എമൗണ്ട് ആയിരുന്നു, പിന്നെ കുറഞ്ഞ് ഇപ്പോൾ പറയുന്നത് വീക്ക് ഡേയ്സിൽ ഒരാൾക്ക് വരാൻ 45 dirhams മതി, ഈ നവംബർ 31 വരെ. ഇനി അത് നീട്ട് വീണ്ടും. അപ്പോൾ 365-465 രൂപയാണ് ഇയർലി, ഈ 6 മാസത്തേക്കെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഇപ്പം വെറും 45 രൂപ. എൻ്റെ പാസ് 2ാമത്തെ ദിവസം ഞാൻ ചെന്നപ്പോൾ കാണിച്ച് ഞാൻ പറഞ്ഞു ഇനിയും ഞാൻ എടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ നോ ഇറ്റ്സ് ഫോർ 6 months, യു ഗോ ആൻഡ് എൻജോയ്. അറബികൾ അവരിരുന്നിട്ട് പറയുന്ന മറുപടികളാണ്. ശരിയാ, അവർ ഏത് പെവലിയനിൽ ഞാൻ പോകണം, അത് എവിടെയാണ് എന്ന് പറഞ്ഞപ്പോൾ കൂടെ നടക്കുകയാണ്, എൻ്റെ കൂടെ കൊണ്ട് കാണിച്ചു തരണം, അതിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ കയറിക്കോ. അപ്പോൾ ലോകം, ആ ലോകത്തിനെയാണ് ഇപ്പോൾ പിടിച്ചിട്ട് നെഗറ്റീവാക്കി വെച്ചിരിക്കുന്നത്. ആത്മീയരെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർ, ലോകത്തിൻ്റെ എല്ലാ മർമ്മങ്ങളും അറിയുന്ന പ്രവാചകന്മാരുള്ള ആത്മീയ ലോകത്തിനുള്ളവർക്ക് ഇത് തിരിച്ചറിയുന്നില്ലയോ? അവരതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സൂം ആരുടെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്? നമ്മുടെ എതിർ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്ന പാർട്ടിക്കാർ ക്രിയേറ്റ് ചെയ്തതാണ് സൂം. അവിടെ സൂം കൂട്ടുപിടിച്ചിരിക്കുക. നമുക്ക് സൂമുണ്ട്, ആ സൂമിൽ കൂടെയാണ് നമ്മളിപ്പോൾ ശുശ്രൂഷകളും കാര്യങ്ങളും ചെയ്യുന്നത്. മെനഞ്ഞാന്ന് തമിഴ്നാട്ടിൽ നിന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ, പാസ്റ്റർ പ്ലീസ് ഞങ്ങൾക്ക് 40 days ഫാസ്റ്റിംഗ് ഉണ്ട്, അതിൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം സൂമിലൂടെ എന്ന് പറഞ്ഞ്, ഇവിടെ നിങ്ങളവിടെ പാടിയ പാട്ടുകളൊന്നും പൂർണ്ണമായിട്ട് ഇവിടെ കിട്ടുന്നില്ല. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇവരും പാടുമ്പോൾ ആ വിട്ട് വന്നതിൻ്റെ വ്യത്യാസം ഇപ്പം മനസ്സിലാവുന്നു. നമ്മുടെ കുഴപ്പം മാത്രമല്ല, ഇവിടത്തെയും കുഴപ്പമുണ്ട്. അപ്പോൾ സൂം വച്ചുകൊണ്ടിരിക്കുകയാണ്. സൂം ആരുടെ വക? അപ്പോൾ ആ സൂമിൽ കയറിയിട്ട് നമ്മൾ ആ ദൈവം ഇതെല്ലാം ചെതറിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് സൂമിൽ കൂടെ വീണ്ടും ഒത്തുവരുമ. എവിടെ ഒത്തുവരുമ? ഇപ്പം പണ്ട് സഭയിൽ 100, 200, 500, 1000 പേരിരിക്കുന്നവർ ഇപ്പം ഞായറാഴ്ച സഭകളിൽ പകുതി പോലും ആളില്ലെന്നാണ് വായ്പ്. സൂമിൽ കൗണ്ട് എടുത്താലും ഇല്ല. അപ്പോൾ സൂമിനെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്, കമ്പ്യൂട്ടറിനെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. പണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ പുൽപ്പിറ്റിലിരുന്ന് പ്രസംഗിക്കുന്നവർ കറുത്ത പുസ്തകം കൊണ്ടുവന്നില്ല, അതാ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രസംഗിക്കാനുള്ളത്, വായിക്കാനുള്ളത് കറുത്ത പുസ്തകം വായിക്കരുത്. ഓരോരുത്തരും കറുത്ത പുസ്തകം വച്ച് വചനം പറയുമ്പോൾ അതിനെ തുറന്ന് എടുത്ത് വായിക്കണം. ഇപ്പോൾ അതിന് ഡിസ്പ്ലേ ബോർഡിൽ ഉണ്ടെങ്കിലും ശരി തന്നെ നമ്മുടെ കയ്യിലുള്ള ബൈബിൾ വായിക്കണം. കാരണം അത് ഇത് വ്യത്യാസം ഉണ്ടെങ്കിലോ, എത്രയോ വേർഷൻ ഉണ്ടെന്നുള്ള കാര്യം ഇവരറിയുന്നോ? ഈ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും തുടരുതെന്ന് പറഞ്ഞവരെ ഇപ്പോൾ പാസ്റ്റർമാർ അതേ കമ്പ്യൂട്ടർ ഇട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സൂം തുടങ്ങി. ഇപ്പോൾ സൂമും കഴിഞ്ഞ് തീർന്നപ്പോൾ കത്രമേശയ്ക്കുള്ള ശ്രമം തുടങ്ങി. ഇപ്പോൾ കത്രമേശ നമ്മുടെ സഭയിൽ ഉൾപ്പെടെ ഇൻഡിവിജ്വൽ കപ്പായി. ബ്രെഡ് അങ്ങനെയാണോ? ബ്രെഡ് കുരിച്ചല്ല കൊടുക്കുന്നത്, അത് തിരിച്ചറിഞ്ഞിട്ടില്ല. കയ്യിൽ കൂടെ നെഗറ്റീവും പോസിറ്റീവും കിടക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. അതിനെ ആർക്കെങ്കിലും വന്ന് തരുമ്പോൾ അവർക്ക് അതും പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇവരെന്നല്ല കുറ്റം പറയുന്നത്, നമ്മൾ ആത്മീയരെന്ന് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഈ ലോകത്ത്. ആത്മീയർ ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന് അറിയാതെ ഒരു കാര്യം ഈ ഭൂമിയിൽ നടക്കത്തില്ല. ദൈവം അറിയാതെ ഒരു കാര്യം നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് സംഭവിക്കത്തില്ല. നല്ലതും തീയതെന്നും നമ്മൾ തീരുമാനിക്കുന്നത്, പക്ഷെ അത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ചിന്തിക്കുന്നില്ല. നമ്മൾ ലോക മനുഷ്യർ ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മളും ചിന്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്?
ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവർക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ, ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ, ഇതൊക്കെ ഓർമ്മ വരുള്ളൂ. എന്ത് ഭൂമിയിൽ സംഭവിക്കുമ്പോൾ, എന്ത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ, എന്ത് വ്യക്തിയായിട്ട് നമുക്ക് സംഭവിക്കുന്ന ആത്മാവുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇത്. എനിക്ക് പനി വന്നാൽ ദൈവം അറിയാതെ അല്ല, എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു തരുന്ന ദൈവം അറിയാതെ അല്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആ ദൈവത്തിനെയാണ് നമ്മൾ സേവിക്കുന്നത്. എന്നിട്ട് ഇവിടെ വായിച്ചെന്തോ, വെരി ട്രൂ. For the bread of God is the bread that comes from the heaven and gives the life to the world. So this is. But it is my Father who gives you the true bread from heaven. എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്ന് സത്യമായിട്ടുള്ള അപ്പം തരുന്നത്. 33. For the bread of God is the bread of that comes down from heaven. ദൈവത്തിൽ നിന്നും തരുന്ന അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അത് ഈ ഭൂമിയിലുള്ളവർക്ക്, മലയാളം വായിച്ച ആൻഡ് ഗീവ്സ് ലൈഫ് ടു ദ വേൾഡ്, അത് വായിച്ച 33. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു. അല്ല, എനിക്കല്ല, ലോകത്തിൽ പെടുന്നതാണ് ഞാൻ. അതുകൊണ്ട് ലോകത്തിൽ ജീവൻ കൊടുക്കുന്നതാണ്. ആ ലോകത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ കൂടിയിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, അവരൊക്കെ അത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ ലജ്ജ തോന്നുന്നു. ഇതുവരെ അത് മനസ്സിലായില്ലയോ? അപ്പോൾ കല്ലിനെയും മണ്ണിനെയും ഒക്കെ ആരാധിക്കുന്നവർ, അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് എല്ലാം ആ അപ്പം കഴിക്കുന്നത് മുഴുക്കുകയും എൻ്റെ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നിരുന്ന് കൊടുക്കുന്നു. അല്ലാതെ രാജ്യം ഇവിടെ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് മറ്റു രാജ്യത്തു നിന്ന് ഇവിടെ കൊണ്ടുവരുന്ന കൊണ്ട് ആ രാജ്യം തരുന്നതല്ല. സ്വർഗത്തിലെ ദൈവം വിചാരിക്കാതെ ഫുഡ് കിട്ടത്തില്ല. 34. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. ഉടനെ കൂടെ നിന്നവർ, സർ, ദേ സെഡ്, ഓൾവേസ് ഗീവ് us this bread. എപ്പോഴും ഈ ബ്രെഡ് ഞങ്ങൾക്ക് തരണേ. എന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ വ്യക്തികൾ ആരെ വിളിച്ചത്? പിതാവായ ദൈവത്തിനല്ല വിളിച്ചത്. യേശു ഇത് പറഞ്ഞപ്പോൾ യേശുവേ എന്നാൽ പിന്നെ അതേ ബ്രെഡ് എപ്പോഴും എനിക്ക് തരണേ. യേശു വ്യക്തമായിട്ട് പറയുന്നു, ഞാനല്ല, പിതാവായ ദൈവം അത്രേ ഇതൊക്കെ തരുന്നത്. അതാണ് ആ കേട്ട ആ സെക്കൻഡ് തന്നെ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് കർത്താവിൻ്റെ അടുത്ത്, യേശുവിൻ്റെ അടുത്താണ്. പിതാവായ ദൈവം അത്ര തരുന്നു, ഞാൻ ഒന്നുമല്ല എന്ന് യേശു എത്രയോ പ്രാവശ്യം പറഞ്ഞു. പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ഞാൻ ഇവിടെ അത് നിവൃത്തിയാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. പിതാവായ ദൈവം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും അത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഉടനെ നമ്മൾ യേശുവിനെ ഓവർടേക്ക് ചെയ്ത് പിതാവിനെയും ഓവർടേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ യേശു തന്ന വചനങ്ങളും പിതാവ് തന്ന വചനങ്ങളും എല്ലാം അത് തന്നെ കോട്ട് തിരിച്ചങ്ങോട്ടേക്ക് അടി. എന്താ ഫുട്ബോൾ കളിയാണ്? ഇങ്ങോട്ട് വചനം വരുമ്പോൾ തിരിച്ചങ്ങോട്ട് തട്ടി വിടാൻ. അത് ഇങ്ങോട്ട് വരുമ്പോൾ അത് ശ്രദ്ധിക്കുക. ആ വചനം എന്താ എൻ്റെ അടുത്ത് പറയുന്നത്? ആ വചനം എന്തുകൊണ്ട് ഇന്ന് എൻ്റെ ചെവിയിൽ ഇത് കേൾപ്പിക്കുന്നത്? അതിൽ എനിക്കുള്ളതുണ്ടോ? അത് ഉണ്ട്. അത് എന്താണെന്ന് വ്യക്തമാവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചൊന്ന് നോക്ക്. അത് ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിച്ച് നോക്ക്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് വ്യക്തികൾക്ക് വേണ്ടിയല്ല, നമ്മൾ ലോകത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ദൈവമക്കളെന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച കൂടി ഞായറാഴ്ച കൂടുന്നതല്ല. മറ്റവരെക്കാളും ആഴങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മളവിടെ ചെന്ന് തരുമ്പോൾ അവർ പറയുന്നതും കേട്ടോണ്ട് തിരിച്ചു വരും. എവിടെ ചെന്ന് ഇതൊക്കെ എത്തുമെന്ന് അറിഞ്ഞൂടാ. കർത്താവിൻ്റെ രണ്ടാം വരവ് വരുന്ന സമയത്ത് അത് കർത്താവിൻ്റെ വരവ് കാണണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ കാണുകയും ചെയ്യും, കർത്താവിൻ്റെ കൂടെ പോവുകയും ചെയ്യും. മറ്റവർ കണ്ടിങ്ങനെ കൊതിച്ചിരിക്കത്തേ ഉള്ളൂ. വയലിൽ 2 പേര് ഒരാൾ പോവും, ഓഫീസിൽ 2 പേര് ഒരാൾ പോവും. അത് എക്സാമ്പിളാണ് പറയുന്നത്.
സഭയിൽ 2 പേര് ഒരാൾ പോകുന്ന പറഞ്ഞാൽ സഭയിലുള്ളവർ ഒന്നും പോവില്ല. എന്തുകൊണ്ട് ആരും ഇങ്ങനെ ഇത് സംസാരിക്കുന്നില്ല? Sir, they said, always give us this bread. 35 വാക്യം. Then Jesus declared. അപ്പോഴ് യേശു ഡിക്ലെയർ ചെയ്യാണ്, ആഹ്വാനം ചെയ്യുന്നു. ആ മലയാളം വായിച്ച ദെൻ യേശു അവരോട് പറഞ്ഞത്, ആ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. I am the bread of life. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല. അപ്പോൾ യേശു ഡിക്ലെയർ ചെയ്യുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഞാൻ ജീവൻ്റെ, അതായത് ഞാൻ ജീവിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആ അപ്പം യേശുവിൻ്റെ കയ്യിലുണ്ടെന്ന്. യേശുവിന് എവിടെ നിന്ന് കിട്ടി? യേശു നേരത്തെ മുതൽ പറയുന്നു, പിതാവായ ദൈവം അയച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. Whoever comes to me will never go hungry. എൻ്റെ അടുക്കൽ വരുന്നവർ ഒരു നാളും അവർ വിശപ്പോടുകൂടി തിരിഞ്ഞു പോവില്ല. And whoever believes in me will never be thirsty. എന്നെ വിശ്വസിക്കുന്നവരെ ഒറ്റ മനുഷ്യരും ദാഹിച്ച് വലയത്തില്ല. All those the Father gives me will come to me. പിതാവായ ദൈവം, നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാലും ഇതൊക്കെ ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തന്നിട്ടും എന്നാലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഓ, ഞാൻ ആലോചിക്കുകയാണ്, നമ്മളിപ്പോൾ ഈ മർമ്മം വെളിപ്പെടുത്തി തന്നതിന് ഞാൻ ഉള്ളുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ ഞാനും വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നു. പക്ഷെ കർത്താവിൻ്റെ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ വരെ ഞാൻ എത്തുന്നോ? ആ വിശ്വാസം എന്നിൽ വരുന്നുണ്ടോ? അടുത്ത വയത്, പിതാവ് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുമെന്ന് യേശു പറയുന്നു. അപ്പോൾ പിതാവ് എന്താ കൊടുക്കുന്നത്? പിതാവ് എന്ത് കൊടുത്താലും, വചനം കൊടുത്താലും പരിശുദ്ധാത്മാവിനെ കൊടുത്താലും എന്ത് കൊടുത്താലും അത് എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവർ, അതായത് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് പിതാവിനെ കണ്ടുകൊണ്ട് ആ ഓർമ്മയിൽ തന്നെയാണ് യേശുവിൻ്റെ അടുത്ത് പോകുന്നത്. അവരൊരു നാളും തള്ളിക്കളയത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നവർ ഒരിക്കലും ഭിക്ഷ യാചിക്കത്തില്ല. അവർക്ക് ആഹാരം കിട്ടാതിരിക്കില്ല, കുടിക്കാൻ വെള്ളം കിട്ടാതിരിക്കില്ല. ഇതെല്ലാം പറയുന്നുണ്ട്. ഒരു നാളും ഞാൻ തള്ളിക്കളയത്തില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. എല്ലാം മനസ്സിലാവുന്നുണ്ട്. പേടിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തും, നമ്മൾ കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാ എണീന്ന് പ്രാർത്ഥിച്ചു, എന്തോ പറഞ്ഞു കിടന്നു. കാരണം ആ ഭയമില്ലായ്മയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആരുടെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ പറയുന്ന ഫുഡ്, ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ തന്നില്ല. അപ്പം ആ ഫുഡൊക്കെ തരുമ്പോൾ അത് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നു. അപ്പം ഇത് ഭയമില്ലായ്മ കൊണ്ടാണ് ജനം ഈ രീതിയിൽ പോണത്. കൊച്ചിലെ കുഞ്ഞുങ്ങളെ ആ ഭയത്തോടുകൂടി പഠിപ്പിച്ച് എടുക്കണം. അടുത്ത എന്താ? For I have come down from heaven and not to do my will but to do the will of him who sent me. ഞാൻ ഭൂമിയിൽ, സ്വർഗത്തിൽ നിന്ന് താഴെ ഭൂമിയിൽ വന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്നില്ല, എൻ്റെ പിതാവായ ദൈവം വിട്ടയച്ചതാണ്. And this is the will of him who sent me. എന്നെ അയച്ച വ്യക്തിയുടെ വില്ല് എന്തോ ആണ്? That I shall lose none of all those he has given me. അതായത് എന്നെ വിട്ടെന്താണ്? എന്നെ ഏൽപ്പിച്ച ഇതിൽ ഒരാളിനെ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിലൊക്കെ ഒരു പാസ്റ്റർ സ്ഥലം മാറി വന്ന് തീരുമ്പോൾ എൻ്റെ കാലത്തിൽ 3 വർഷം അല്ലെങ്കിൽ 2 വർഷം
സഭയിൽ ഒരു ആത്മാവും കുറയരുത്, ആരും മരണം സംഭവിക്കരുത്. ഇവിടെ വരുമ്പോഴാണ് അവർ ആ ചിന്ത ചിന്തിക്കുന്നത്. ഞാൻ വന്നപ്പോൾ ഒറ്റ എണ്ണം പോയില്ല. എവിടെയെങ്കിലും പോയി തുടങ്ങുകയാണെങ്കിൽ മിണ്ടത്തുമില്ല. ഇപ്പോഴോ എല്ലാ സഭയിൽ നിന്നും പോയി. ആരെങ്കിലും പറയുമോ എൻ്റെ കുറവ് കൊണ്ടാണ് എൻ്റെ സഭയിൽ നിന്ന് ഇത്ര പേര് ഈ ഭൂമി വിട്ടത്? പക്ഷെ അവരതും പറയുന്നില്ല. ഭൂമി വിടുമ്പോൾ എന്താണ്, എൻ്റെ പ്രിയം വെച്ച പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ തടയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സഭയെക്കാളും വലുതല്ലേ അത്. പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുന്നത്. അയ്യോ, ഈ വചനം ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൽപ്പെട്ടതാണോ? എന്നിട്ട് അവിടെ പോണ സമയത്തും ആ എന്തെന്ന് പെട്ടി വാങ്ങിക്കുന്നതൊക്കെ തേക്കിൻ്റെ പെട്ടി, സ്വർണം പൂശിയ ഡെക്കറേഷനൊക്കെ വെച്ച പെട്ടി. പിതാവായ ദൈവത്തിന് പ്രിയം വെച്ച കർത്താവിൻ്റെ അടുക്ക പോകണമെന്ന്. ആ തീയിൽ പോകുമ്പോൾ പെട്ടെന്ന് കത്തണ്ട, അതുകൊണ്ട് തേങ്ങിൻ്റെ തടി കൊടുത്തു. എന്നിട്ട് പിന്നെ എന്താണ്? അവ തന്നതിൽ ഒന്നും ഞാൻ കളയാതെ. ഈ വാക്കൊക്കെ അവരുടെ ഉള്ളിൽ കൊണ്ട്, അതുകൊണ്ട് അവർ കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഒന്നും കളയാതെ. എല്ലാം ഒടുക്കലത്തെ നാളിൽ ഉയർത്തെണീപ്പിക്കണം എന്നാകണം. ആര്? പിതാവായ ദൈവം എന്നെ അയച്ച ആവശ്യം, ഇഷ്ടം ഇതാ. ഈ പറയുന്ന നമ്മുടെ കൂട്ടായ്മകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കർത്താവിൻ്റെ രണ്ടാം വരവിൽ എടുക്കപ്പെടുന്ന യോഗ്യത ഇവർ പഠിപ്പിക്കുന്നോ? പ്രോസ്പെരിറ്റി തിയോളജി, അല്ലെങ്കിൽ എന്താ പോസിറ്റീവ് തിയോളജി. അതിനൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് അവരറിയുന്നില്ല. അവർക്ക് വീണ്ടും ഇത് തന്നെ. കാരണം ഈ തത്തമ്മ പൂച്ച 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 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അത് തന്നെ അറിയാവുള്ളൂ. ഒന്നുകൂടെ ഇരുന്ന് ഉപവാസ പ്രാർത്ഥന 40 ദിവസം. ആ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി ഉപവസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ വ്യക്തി ആത്മാവ് പ്രാപിച്ചവരായിരിക്കണം. അല്ലാതെ ചുമ്മാ 40 ദിവസം ഉപവാസം എന്ന് പറഞ്ഞ് ഒരാൾ വന്നിരുന്ന് പ്രസംഗിച്ചിരുന്നാൽ അവിടെ ഒന്നും നടക്കത്തില്ല. ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയണം. ആത്മാവ് പ്രാപിച്ച വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് വ്യക്തമായിട്ട് അവിടെ പഠിപ്പിച്ച് കാര്യങ്ങൾ വരുമ്പോൾ ആ ആത്മാവിൻ്റെ പ്രവൃത്തി ഫ്രണ്ടിൽ നടക്കണം. ആ ആത്മാവിൻ്റെ ജീവൻ അവിടെ അവർ തിരിച്ചറിയണം. ഇതൊന്നും നടക്കുന്നില്ല. 2 മണിക്കൂർ കൃത്യമായിട്ട് വച്ചിരിക്കുന്നു. ആത്മാവ് പ്രാപിച്ചവരെങ്ങനെ വരും? വന്നവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ? ഭൂതം ഇളകി, അടുത്ത ഭൂതം ഇളകി, മൂന്നാമത്തെ ഇളകി, നാലാമത്തെ ഇളകി, എല്ലാം കൂടെ ഇളകി തീർന്ന ഇതിനെ ഒതുക്കി റെഡിയാക്കാൻ വേണ്ടി ഈ പറയുന്ന 2 മണിക്കൂർ ഫിസിക്കലി തന്നെ നമ്മൾ ചിന്തിച്ചാൽ നടക്കത്തില്ല. പിന്നെ എങ്ങനെ ഈ കൃപ പ്രാപിച്ചവർ വന്ന് ശുശ്രൂഷിക്കും? ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്നറിയാം? ഗ്രഹിക്കാനുള്ള കൃപ ഇത് കേൾക്കുന്ന നമുക്ക് കൊടുക്കണമേ. അത് ജീവിതത്തിൽ അവർ പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയുള്ള ധൈര്യം, ആ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെ ആത്മാവിനെ കൊടുക്കണമേ. അത് ഗ്രഹിക്കാനുള്ള ആ കൃപ, ഇതിൻ്റെ ആഴം എന്താണെന്ന് പറയുന്നത് മനസ്സിലാക്കി കൊടുക്കണമേ. പിതാവ് ഹൃദയം തുറന്ന് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ ആവശ്യബോധത്തോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഗ്രഹിക്കാനും പറ്റും, അത് പ്രാപിക്കാനും പറ്റുമെന്നാണ്. എന്നാ അടുത്ത വായിച്ച. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. And this is the will of him who sent me, that I shall lose none of all those he has given me, but raise them up at the last day. അവസാന നാളിൽ ഉയർത്തെണീക്കുന്ന സമയത്ത് അവരെയും കൊണ്ടുപോകാത്തക്ക വിധത്തിൽ ഞാൻ ഒരുക്കിയെടുക്കണം. അതിന് സോപ്പിട്ടുള്ള സംസാരം പാടില്ല. സഭയിൽ ആരെങ്കിലും ഒരു മാനുഷിക നേതാവുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥന, ആ വ്യക്തിക്ക് ഉപവാസ പ്രാർത്ഥന, ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം ആ വ്യക്തി.
സഭയിൽ ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. ഇവൻ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? ഞാൻ നമ്മുടെ സഭയുടെ കാര്യമല്ല പറയുന്നത്. ലോകം മുഴുക്കും ചുറ്റി സഭകളിൽ പോയി തീർന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ഇതാ, ഈ രീതിയിലാണ് ഞാൻ അവിടെ പ്രസംഗിക്കുന്നത്. അത് കഴിഞ്ഞ് തീരുമ്പോൾ ആ പാസ്റ്റർമാരും ഓഡിയൻസിലിരിക്കുന്ന പാസ്റ്റർമാരും ഓടിക്കോടി എൻ്റെ ചുറ്റിനും വന്നിട്ട് ഇങ്ങനെ ഉള്ളവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ല വന്നിട്ട് കർത്താവ് വീണ്ടും വരാറായി, എല്ലാവരും മാനസാന്തരപ്പെടും, ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങളിത് ജനിച്ചന്ന് മുതൽ കേൾക്കുകയാണ്. പക്ഷേ എങ്ങനെ മാനസാന്തരപ്പെടണം, എങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കണം, ഇതൊന്നും ആരും പഠിപ്പിക്കത്തില്ല. കർത്താവിൻ്റെ രണ്ടാം വരവും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരൊക്കെ പറ്റുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വായിൽ വരുന്ന എന്തും വിളിച്ച് പറയുന്നതാണ് പരിശുദ്ധാത്മാവെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ആണ് മനസ്സിലാവുന്നത് ഈ വന്ന് പറയുന്നത്. വൈസ് ചാൻസലർ, അമേരിക്കയിലുള്ള ഒരു ബൈബിൾ കോളേജിലെ വൈസ് ചാൻസലർ വന്നിട്ട് എന്നെ പിടിച്ച് തോളോട് തോള് പിടിച്ചിട്ട് അടുത്ത് നിർത്തിക്കൊണ്ട് ഓഡിയൻസിനടുത്ത് വിളിച്ച് പറയണം, ഐ എം എ വൈസ് ചാൻസലർ ഓഫ് സോ ആൻഡ് സോ ബൈബിൾ കോളേജ്. എത്രയോ പേർക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഇത്രയും ഡെപ്തായിട്ടുള്ള വിഷയം ഇന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എനിക്ക് ഒന്നും അതിനെ എതിരായിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തെളിവ് സഹിതം എടുത്ത് പറഞ്ഞെന്നു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എവിടെ നിന്ന് പഠിച്ചു? ബൈബിൾ കോളേജിൽ പോയാൽ, കാറ്റഗിസത്തിന് പോയാൽ? ക്രിസ്ത്യൻ കത്തോലിക്കലിരുന്നപ്പോൾ കാറ്റഗിസത്തിന് പോകാറേ ഇല്ല. ആകെ കൂടി ഈസ്റ്റർ വരുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരു ഭക്തി വരുമ്പോൾ പോയി ഒന്ന് കുമ്പസാരിക്കും, പിറ്റേന്ന് പോയി കുർബാന എടുക്കും, തീർന്നു. ഏത് കാറ്റഗിസം? പെന്തക്കോസ്ത് ലോകത്തിൽ വന്നിരുന്നപ്പോൾ ബൈബിളും പഠിച്ചില്ല, ഒന്നും പഠിക്കാൻ കർത്താവ് ലോകം മുഴുവൻ ചുറ്റിയിട്ട് ഈ വചനത്തിൻ്റെ ആഴങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ അത് ഈ ആത്മാവിനെ കൊണ്ടേ പറ്റുള്ളൂ. അടുത്തത്, ഫോർ ദ ഫാദേഴ്സ് വിൽ ഇസ് ദാറ്റ് എവരി വൺ ഹൂ ലുക്സ് ടു ദ സൺ. പിതാവായ ദൈവത്തിൻ്റെ ആവശ്യം എന്താണ്? എൻ്റെ മകനെ നോക്കുന്നവരെല്ലാം ആൻഡ് ബിലീവ്സ് ഇൻ ഹിം, വിശ്വസിക്കുന്നവരെല്ലാം ഷെൽ ഹാവ് എറ്റേണൽ ലൈഫ്. അവർക്ക് അത് വായിച്ചേ, 40-ാമത്തെ വാക്യം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. നിത്യജീവൻ ഉണ്ടാകണമെന്ന് പിതാവിൻ്റെ ഇഷ്ടം. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ 70 ഏറിയാൽ 80 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ 68 വയസ്സായി. ബിബ്ലിക്കൽ അനുസരിച്ച് 70 ഏറിയാൽ 80. 70 ഞാൻ പൂർത്തിയാക്കുകയാണെങ്കിൽ കർത്താവ് എൻ്റെ കൂടെ തന്നെ നിന്ന് അത് പൂർത്തിയാക്കി തന്നു. അന്ന് മുതൽ ഏത് സമയത്തും കർത്താവ് വിളിച്ചാൽ പോകണം. കേൾക്കുന്ന? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 70 ഏറിയാൽ 80 എന്ന് വചനത്തിൽ പറയുമ്പോൾ 68 വയസ്സായ ഞാൻ എൻ്റെ മനസ്സിൽ കുറച്ച് കാലം കൊണ്ടേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. 70 പൂർത്തിയാക്കുകയാണെങ്കിൽ ബിബ്ലിക്കൽ അനുസരിച്ച് കർത്താവ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നടന്നു. പിന്നെ 70 ഏറിയാൽ 80 അതൊക്കെ പ്ലസ് പോയിൻ്റുകളാണ്. അതിനു മുമ്പേയൊക്കെ മരണം നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ആ സത്യങ്ങളൊന്നും വെളിപ്പെട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയുന്നുമില്ല. 70 കഴിഞ്ഞാൽ ഏറിയാൽ 80 എന്നെല്ലാം പറയുമ്പോൾ പിന്നെ കഷ്ടം. 80 കഴിഞ്ഞിട്ട് വീണ്ടും പോയി തീർന്ന കഷ്ടമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഫോർ മൈ ഫാദേഴ്സ് വിൽ ഇസ് ദാറ്റ് എവരി വൺ ഹു ലുക്സ് ഫോർ ദ സൺ ആൻഡ് ബിലീവ്സ് ഇൻ ഹിം ഷാൽ ഹാവ് എറ്റേണൽ ലൈഫിൻ്റെ മലയാളം എന്താ? നിത്യജീവൻ. ഇവിടെ 70 ഏറിയാൽ 80, അയ്യോ 100 പോലും പറയുന്നില്ല. പക്ഷെ ഇവിടെ പറയാം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവ് വന്ന് രണ്ടാം വരവിൽ വന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ പോയാൽ പിന്നെ ലൈഫ് ലോങ് അവിടെയാണ്. അയ്യോ ലൈഫ് ലോങ് അത്രയും, നമ്മൾ 100 വർഷം വന്ന് തന്നെ ബോറടിക്കുന്നു. പക്ഷെ അവിടെ ലൈഫ് ലോങ് എന്ന് പറയുമ്പോൾ ആഹാരം നോക്കണ്ട, ഒന്നും നോക്കണ്ട, സ്വർണം നോക്കണ്ട, വെള്ളി നോക്കണ്ട. നമ്മൾ താമസിക്കുന്നതേ ഡയമണ്ടും അവിടെ ഇവിടെയൊക്കെയാണ്, നടക്കുന്നത് അതാണ്. അതൊന്നും ഒരു വിഷയമല്ലാതെ വരും. അപ്പോഴാണ് നമ്മൾ ലജ്ജിച്ച് പോണത്. അയ്യോ ഇതിനൊക്കെയാണ് കഴുത്തിലും ചെവിയിലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് നടന്നത്. വലിയ വലിയ സിനിമാ നടികളുടെ അവാർഡ് ഇതിൽ വരുന്നിടത്ത് പേളും ഡയമണ്ടും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു. ഈ ഉണക്ക കല്ലാണ് നമ്മൾ ചവിട്ടിക്കൊണ്ട് നടക്കാൻ പോണത്.
and believes in him, and I will raise them up at the last day. ഇങ്ങനെ വിശ്വസിച്ച് ഈ കർത്താവിനെ യേശുവിനെ വിശ്വസിച്ച്, കാരണം യേശു പറയുന്ന മുഴിക്കും പിതാവിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് തരുന്നത് രണ്ടാമത്തെ വരവിനെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇവിടെ പറയുന്ന ഐ വിൽ റേസ് ദം അപ്പ് അറ്റ് ദ ലാസ്റ്റ് ഡേ, അവസാന ദിവസങ്ങളിൽ, എടുക്കപ്പെടുന്ന ദിവസങ്ങളിൽ ഞാൻ അവരെ ഉയർപ്പിച്ചെണീപ്പിക്കും. At this the Jews they began to grumble about him. 41-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പോൾ എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു. യഹൂദന്മാർ ആരെക്കുറിച്ച്? കർത്താവിനെ കുറിച്ച് പിറുപിറുത്തുന്നു. സത്യം പറഞ്ഞപ്പോൾ അവർക്ക് ഒക്കുന്നില്ല. ഇത് തന്നെ പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരും എല്ലാം ദൈവത്തിൻ്റെ ആൾക്കാരാണ്. അവരാണ് പഠിപ്പിക്കുന്നത്, അവരാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. മഴ വരണമെന്ന് പറഞ്ഞ് മഴ വരുത്തിക്കുന്നതും എടുക്കുന്നതൊക്കെ അവരെ കാണുന്നത്. അവസാനം അതൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണ്? അവർ ഈ സത്യങ്ങൾ കേട്ട് നിന്ന് പിറുപിറുക്കുന്നു. ഈ ലോകത്തിനും അത് തന്നെ. സത്യം ഏതെങ്കിലും ഒരു പാസ്റ്റർമാർ വിളിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പിറുപിറുപ്പ. അത് അന്ന് നടന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുമ്പോൾ അത് പിറുപിറുപ്പല്ല. അവൻ പോഷത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളാ പറയുന്നത് കറക്റ്റ്. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? ഞങ്ങൾ ഇന്ന ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. ബൈബിൾ കോളേജിൽ ആരാ പഠിപ്പിച്ചത്? അടുത്ത വായിച്ച. അപ്പോഴാണ് ഈ പിരിപിരുത്തിട്ട് പിന്നെ ഒരു കുറ്റം കണ്ടുപിടിക്കാണ്ട് ഒരു ചീപ്പാക്കാണ്. ഇവൻ ആര്? യോസേഫിൻ്റെ പുത്രൻ. ഒരു നമ്മൾ പറയുമല്ലോ, നല്ല ഒരാൾ ഗവന് ഷൈൻ ചെയ്ത് വരുന്നിടത്ത് സ്റ്റേജിലൊക്കെ നമ്മൾ ഇവൻ ആര്? ആ അത് പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രസംഗം നമുക്കുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ വിട്ടു പോകുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? അറ്റ് ദിസ് ദ ജ്യൂസ്. ജൂതന്മാരാണോ നിങ്ങൾ പിറുപിരുത്തെന്ന് കർത്താവിനെ കണ്ടിട്ട്? ഹല്ലേലൂയ. അപ്പോൾ അവിടെ ക്ലോസ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പറയുന്നത് നമുക്ക് വേണ്ടിയുള്ളതാണ്, അതുകൊണ്ട് ശിക്ഷ നമുക്കാ. അടുത്തത് അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. ഉടനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇതാര്? അവന്റെ അപ്പനും അമ്മയും ഇതല്ലേ കസേരയും മേശയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, ആടിനെ മേച്ചുകൊണ്ട് നടക്കുന്നവർ. അതാണ് ഈ വേറെ മറുപടി ഒന്നും ഇല്ലാതെ വരുമ്പോൾ അവരെ ഫേസ് ടു ഫേസ് എങ്ങനെ മാത്രം നിന്ന് പറഞ്ഞുകൊണ്ട് തീർക്കാമോ അതെല്ലാം പറയും. അത് നമ്മുടെ ലോകത്ത് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ വചനത്തിൻ്റെ സത്യം വിളിച്ച് പറഞ്ഞു വരുമ്പോൾ അവർക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ അവർ നീ കൂടുതലൊന്നും ലച്ചടിക്കാൻ, നീ ഇന്നാളുടെ മാനല്ലേ, നീ പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലേ, പണ്ടത്തെ കഥയും പൊക്കി എടുക്കേണ്ടി വരും. സ്നേഹത്തിനെ പറ്റി പഠിപ്പിക്കാനായിട്ട് ഉള്ള മമ്മി നോക്കട്ടെ, ഡാഡിക്ക് അതില്ലല്ലോ. നമ്മളെ തന്നെ ഈ പരീശന്മാർ ശാസ്ത്രന്മാർ എൻ്റെ ചുറ്റിനും ഇരിപ്പുണ്ട്. അടുത്ത വായിക്ക്. അപ്പനെ അമ്മയെ നമ്മൾ അറിയുന്നല്ലോ, അവരുടെ തുടക്കം മുതലേ അറിയാമെന്ന്. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് ഞാൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. ഇവന്റെ അപ്പനെ അമ്മയും നമുക്കറിയാമല്ലോ, പിന്നെ എങ്ങനെ ഇവന്റെ നാവെന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെന്ന്? അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഇതേ കണക്ക് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച് തീരുമ്പോൾ വചനം വ്യക്തമായിട്ട് പറയുന്നത് ആ ആത്മാവിനെ വെല്ലാൻ വേണ്ടി ലോകത്തിൻ്റെ ജ്ഞാനം ഒന്നും എത്തത്തില്ല. ആ ആത്മാവ് പ്രാപിച്ച വ്യക്തിക്ക് വെളിപ്പെട്ട് തീരുന്നത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പറയും ഇതെന്തോ ഇവൻ പ്രാന്തനാണ്, എന്തോക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെ പറഞ്ഞത്. അത് ഒന്നുകൂടെ വായിച്ചേ.
ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലേ? ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയും നാം അറിയുന്നു. അവന്റെ അപ്പനെയും അമ്മയും നമുക്ക് അറിഞ്ഞൂടെ? പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന്. പിന്നെ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെന്ന് പറയാൻ വേണ്ടി ഇവനാര്? അടുത്തത്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. നിങ്ങൾ തമ്മിൽ പിറുപിറുക്കണ്ട. കർത്താവ് സൗമ്യമായിട്ട് മറുപടി പറയാണ്. നിങ്ങൾ തമ്മിൽ പിറുപിറുക്കണ്ട. ഇപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തന്നെ തമ്മിലില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പിറുപിറുത്തോണ്ടിരിക്കുന്നവരുണ്ട്. അപ്പം അപ്പോൾ ഇവിടെ വായിച്ചെന്താണ്? ഒന്നുകൂടെ വായിച്ചത്. സ്റ്റോപ്പ് ഗ്രംബിളിങ് അമംഗ് യുവർ സെൽഫ്. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ തന്നെ ഗ്രംബിൾ ചെയ്യേണ്ടെന്ന്. ജീസസ് ആൻസർഡ്, നോ വൺ കൻ കം ടു മീ അൺലെസ് ദ ഫാദർ ഹൂ സെൻഡ് മീ ഡ്രോസ് ദം. ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. എൻ്റെ പിതാവായ ദൈവം അതിന് അനുവാദം കൊടുക്കാത്തിടത്തോളം കാലം ആർക്കും എൻ്റെ അടുത്ത് വന്ന് ഗ്രംബിൾ ചെയ്യാനും പറ്റത്തില്ല, എതിർക്കാനും പറ്റത്തില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചിലർ ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ഒക്കുന്നില്ല. പിതാവായ ദൈവം അനുവാദം കൊടുക്കാതെ ആരും വരാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ മാറുന്നില്ല എന്നുള്ളത്. ഞാൻ യേശുവൊന്നുമല്ല, പക്ഷെ എൻ്റെ ഉള്ളിലിരിക്കുന്നത് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. And I will raise them up at the last days. It is written in the prophets, they will all be taught by God. 45-ാമത്തെ വാക്യം. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതി. പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രവാചകൻ അന്നുണ്ട് ഇന്നുണ്ട്. എഴുതിയിരിക്കുന്ന എന്താണ്? ഒന്ന് വായിച്ചാൽ. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്ന് വച്ചാൽ ഈ പറയുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരെല്ലാം ആ പുസ്തകം വായിച്ച് അവർ ഗ്രഹിച്ചവരായിരിക്കും എന്ന് പ്രവാചകന്മാർ അന്നേ എഴുതിയിട്ടുണ്ട്. ഇനി അത് നടക്കാനും പോണു. ഹല്ലേലൂയ. അടുത്തത്. പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും. പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. No one has seen the Father except the one who has come from Lord. Only he has seen the Father. പിതാവിൽ നിന്ന് നിങ്ങൾ കണ്ടെന്നല്ല പറഞ്ഞത്, ആ പിതാവിൽ നിന്ന് വന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ആ വ്യക്തി ആ പിതാവിനെ കണ്ടിരിക്കുന്നു. Only he has seen the Father. Very truly I tell you, the one who believes has eternal life. ഞാൻ സത്യമായിട്ട് വീണ്ടും പറയുന്നു, എന്നെ വിശ്വസിക്കുന്നവൻ എറ്റേണൽ ലൈഫ്. ഇപ്പോൾ വീണ്ടും പറയാൻ, എന്നെ വിശ്വസിക്കുക. അപ്പോൾ എന്നെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈ വചനം കർത്താവ് വന്ന് പറഞ്ഞ് യോഹന്നാനും മത്തായിയും എല്ലാം കൂടെ എഴുതി വച്ചിരിക്കുന്നതാണ്. അത് വിശ്വസിക്കുക. ഇത് കർത്താവ് വന്നപ്പോൾ പറഞ്ഞതാണ്. നിങ്ങളത് ഒരു പുസ്തകം കണക്ക് വായിച്ച് അത് തീർന്നു. ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയില്ല. പോയി ഉണക്ക സംവിധായകനും അവരൊക്കെ ചെയ്യുന്ന സിനിമകൾ പോയി കണ്ടു തീർന്നു. ആ ക്യാരക്ടർ കൊള്ളാം, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിലോ, ഒരാഴ്ച അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പോയി. I am the bread of life. 48-ാമത്തെ വാക്യം. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ജീവൻ. ഒരു നാളും ഈ ജീവൻ പോവാതിരിക്കാൻ വേണമെങ്കിൽ ഈ അപ്പം കഴിക്കണം. ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന്. നിങ്ങളുടെ പൂർവികന്മാർ മരുഭൂമി കൂടെ കൊണ്ടു നടന്നപ്പോൾ ഇത് കഴിച്ചു. മോശ അപ്പം കൊടുത്തു. ആ കഴിച്ചവരെല്ലാം അവിടെ ചത്തു.
അവസാനം പിന്നെ ആളുണ്ടായിരുന്നു. എത്ര പേര് വന്നിട്ട് ആളില്ല. ഇത് മരിച്ചു. പക്ഷെ ഇതോ, തിന്നുന്നവൻ ഇത് മരിക്കാതിരിക്കേണ്ടതിന് ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാവും. ഇത് ഭൂമിയിൽ നിന്ന് വാങ്ങിക്കുന്ന അപ്പമല്ല, സ്വർഗത്തിൽ നിന്നും തരുന്ന അപ്പം അത്രേ. I am the living bread that came down from heaven. Whoever eats this bread will live forever. This bread is my flesh, which I will give for the life of the world. ഇത് എൻ്റെ മാംസമാവുന്നു. ഞാൻ ഭൂമിയിലുള്ള ജനത്തിന് ഞാനത് കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും തുടങ്ങി യഹൂദന്മാരെന്താ പറഞ്ഞത്? Then the Jews began to argue sharply among themselves. ആ മലയാളം വായിച്ചാൽ ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് തമ്മിൽ വാദിച്ചു. ഉടനെ അവർ എടുത്ത അർത്ഥം കണ്ടില്ലേ? ഇത് എന്താ ഇവൻ പറയുന്നത്? അവൻ്റെ മാംസം എല്ലാം കൂടെ പിച്ച് പിച്ച് തിന്നു. ഇതൊക്കെ എന്താ പറയുന്നത്? അതേ ഇത് തന്നെ നമ്മുടെ ഈ ലോകത്തിൽ ഇപ്പോഴും നടക്കുന്നത്. വചനത്തിൻ്റെ സത്യങ്ങൾ അത് പണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, അത് പണ്ട് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കുഴപ്പിക്കാൻ വേണ്ടി പഴയ നിയമം പുതിയ നിയമം ഇല്ലാത്ത വേറെ ഇത് ചരിത്രം ഇങ്ങനെ ഉണ്ട്. നമുക്ക് വളരാൻ വേണ്ടി നല്ലതായിട്ട് പോകാൻ വേണ്ടിയുള്ള പുസ്തകം ആകെ കൂടി സങ്കീർത്തനം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നാലും അല്ലെങ്കിൽ പുതിയ നിയമം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നാൽ അത്ര മതി നമുക്ക്. അതിന് നമ്മൾ ചോദിക്കുമ്പോൾ ഇവർ അവിടെ എടുത്തു ഇവിടെ എടുത്തു, അവിടെ നിന്ന് വാക്യം എടുത്തു, ഇവിടെ നിന്ന് എടുത്തു വാക്യം എടുത്ത്, ആ സർക്കംസ്റ്റൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. Then the Jews began to argue sharply among themselves. How can this man give us his flesh to eat? Jesus said to them, very truly I tell you. ഇന്ന് എത്ര പ്രാവശ്യം very truly ഇവിടെ ഇതിൻ്റെ ഇടയിൽ വന്നു? Very truly I tell you, unless you eat the flesh, നിങ്ങൾ ആ മാംസം കഴിക്കുന്നിടത്തോളം കാലം of the Son of Man and drink the blood, എന്നിട്ട് രക്തവും കുടിക്കുമ്പോൾ you have no life in you. ആ മലയാളം വായിച്ചേ 53-ാമത്തെ വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. നിങ്ങൾ ആ പറയുന്ന മനുഷ്യപുത്രന്റെ മാംസവും രക്തം കുടിക്കാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. അപ്പം നമ്മൾ ജീവിച്ചില്ല ഇരിക്കുന്നത്. ആ ജീവൻ്റെ കാര്യമല്ല, മറ്റേ എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞില്ലേ, ആ ലൈഫില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഞായറാഴ്ച തോറും കത്രമേശ വയ്ക്കാം. ടൂറിനും അതിനൊക്കെ സഭയിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കും. കൂടി വരുമ്പോൾ ഒക്കെയും എൻ്റെ നാമത്തിൽ ഇത് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് സഭകളിൽ ആഴ്ചയിലൊരിക്കൽ ചിലപ്പോൾ 2 മാസത്തിലൊരിക്കൽ ആണ് കത്രമേശ നടക്കുന്നത്? കാരണം പൈസ ചിലവ് കൂടുതലെന്ന്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും ഫണ്ടും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ റെഡി. ഹല്ലേലൂയ. അടുത്തത്, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടാകും. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുന്നവനും നിത്യജീവനുണ്ടാവും എന്ന് വെച്ചാൽ കർത്താവ് 2ാം വരവിൽ വരുമ്പോൾ നമ്മൾ എടുത്ത് തീരുമ്പോൾ അവിടെ നമ്മൾ നിത്യജീവനോടുകൂടിയാണ് നിൽക്കുന്നത്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകും. ഒടുക്കലത്തെ നാൾ എന്ന് വെച്ചാൽ ഭൂമിയുടെ അവസാനിക്കാറായുമ്പോൾ ഞാൻ അവരെ ഉയർത്തെണീപ്പിക്കും. എന്നിട്ട് എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഇതാണ് പരിശുദ്ധാത്മാവ്. ഇത് മറ്റൊരു കാര്യസ്ഥൻ, വാ തുറന്ന് ബഹളം വയ്ക്കുന്ന കാര്യസ്ഥനല്ല. കർത്താവ് വ്യക്തമായിട്ട് വരും, മറ്റൊരു കാര്യസ്ഥനെ ഞാൻ വിടും, ഞാൻ പോയതിന് ശേഷമേ വരുള്ളൂ. അത് പറയുമ്പോൾ അങ്ങനെ ഒരു ആത്മാവുണ്ടോ? ഒരാത്മാവല്ലേ ഉള്ളൂ എന്നൊക്കെ വചനം പറയുന്നത് ശരിയാ, ഒരാത്മാവ് തന്നെയാണ്, പ്രവൃത്തി പലവിധം. കർത്താവിൻ്റെ നാമെന്നാണ് പറഞ്ഞത്, ഞാൻ പോയതിന് ശേഷമേ മറ്റൊരു കാര്യസ്ഥൻ വരൂ.
ആ കാര്യസ്ഥം വന്നതിന് ശേഷം അതിനെ പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഭൂമിയിലോട്ട് അറ്റത്തോളം പോകാൻ പറയുന്നത്. കാരണം നിങ്ങൾ ചെന്നായ്ക്കളുടെ അടുക്കലാണ് പോണത്. അതുകൊണ്ട് ഈ കാര്യസ്ഥനെ പ്രാപിച്ചിട്ട് പോയാൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ വലിച്ച് കീറിയെടുത്ത് കളയും. അടുത്തത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. കാരണം എന്തെന്നറിയാം, പിതാവായ ദൈവം ജീവിക്കുന്ന കൊണ്ട് ആ ദൈവമാണ് എന്നെ വിട്ടത്, ആ ജീവനിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ ഭക്ഷിക്കുന്നവൻ എന്ന് വെച്ചാൽ കർത്താവ് പറയുന്ന വചനങ്ങൾ മുഴുവൻ നമ്മൾ ഭക്ഷിച്ച് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെ അല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ അപ്പം ഭക്ഷിക്കുന്നവര് ജീവിതകാലം മുഴുവൻ ജീവിക്കും. അല്ലാതെ അപ്പവും വെള്ളവും എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ ഭക്ഷിച്ച് മരിച്ചതുപോലെ അല്ല. അത് വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. ആമേൻ ഞാൻ പറയുന്നു, വെരി ട്രൂലി ഐ ടെൽ യു. അടുത്തത്, അവൻ കവർന്നഭൂമിയിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. ഇതെവിടെ പറഞ്ഞു? ജനത്തിൻ്റെ കൂട്ടത്തിൽ കവർണഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ സത്യങ്ങളാണ്. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനമാക്കുക. അവരുടെ ശിഷ്യന്മാർ വരെ, കർത്താവിൻ്റെ ശിഷ്യനാണ് ഞാനെന്ന് ബോൾഡായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നവരുടെ അടുത്ത് പറയുന്നത് എന്താണ്? ഇത് കഠിനമാണ്, ഇത് പാലിക്കാനൊന്നും ഇത്തിരി പാടാണ്. ഇത് സഭയല്ല, ക്ലോക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മമ്മി അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നില്ല, പക്ഷെ എന്നെ കാണിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ. ഹല്ലേലൂയ. എവിടെ വായിച്ചു തരുന്നത്? 58 വാക്യം, 59. He said this while teaching in the synagogue in Capernaum. അവർ പണങ്ങി പോയി. This is how while we are here that will happen. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സഭകളും ആത്മീയം എന്നൊക്കെ പറയുന്നതല്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വേദപുസ്തകം ഗ്രഹിക്കേണ്ട രീതിയിൽ ഗ്രഹിപ്പിച്ച് തരണമേ, നമ്മുടെ ഹൃദയം തുറന്നു തരണമേ എന്ന് പിതാവായ ദൈവം വിചാരിച്ചാലേ തുറന്നു തരാൻ പറ്റുള്ളൂ. അത് തുറന്ന് ഗ്രഹിക്കാനുള്ള സാവകാശം ഒരുക്കി തരികയാണെങ്കിലേ ഈ പറഞ്ഞതും അത് വായിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസരം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒരു പാട്ട് പാടാം. സർവശ്രേഷ്ഠ
ചന്ദ്രന്മാരും നക്ഷത്രനികളും യഹോവയ്ക്ക് സ്തുതിച്ചിടട്ടെ. യേശുനാമം, യേശുനാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്ന നാമം. യേശുനാമം, യേശുനാമം, എല്ലാ നാമം പാടി പാടി പുകഴ്ത്തും നാമം. യേശുനാമം, യേശുനാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്ന നാമം. യേശുനാമം, യേശുനാമം, എല്ലാ നാമം പാടി പാടി പുകഴ്ത്തും നാമം. ആ ഇന്നത്തെ സ്തോത്രം ചെയ്തു ദൈവത്തിന്റെ ആലോചന പറഞ്ഞ ഒരു വചനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 47-ാം വാക്യം. മതി. ഞാൻ പല ഭാഗങ്ങൾ വായിച്ചു, കുറെ പ്രാവശ്യം ദൈവം ഇത് തന്നെ തന്നുകൊണ്ടിരുന്നു. ഞാൻ എന്നിട്ട് പിന്നെയും വായിച്ചു. എന്നിട്ടും ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം തന്നെ തന്നുകൊണ്ടിരുന്നു. എനിക്കറിയത്തില്ല, പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് തന്നൊരു ഭാഗമാണ്. യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെ അവന്റെ ഇഷ്ടം ചെയ്യാതെ ഇരിക്കുന്ന ദാസന് വളരെ അടിമ. ഇവിടെ രണ്ട് കാര്യം കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ തന്റെ ഫോളോവേഴ്സായിട്ട് വന്നവരോട് പറയുന്ന ഒരു സംഭവമാണ്. യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതിരിക്കുക. നമുക്ക് ഈ ഒരുങ്ങാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഞാൻ ഈ ഭാഗം പണ്ടെന്തോ സംസാരിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതല്ല എനിക്ക് തന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചത് പിന്നെയും ഇതേനല്ലോ തരുന്നത് ചിന്തിച്ചിട്ടാണ് ഞാൻ മാറാൻ ആഗ്രഹിച്ച വാക്യം. പക്ഷെ ദൈവം ഈ വാക്യം തന്നെ നമുക്ക് തന്നിട്ട് എന്തോ ദൈവത്തിനെന്തോ അരുളി ചെയ്യാനുണ്ട്. യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെ അവന്റെ ഇഷ്ടം ചെയ്യാതെ ഇരിക്കുന്ന ദാസൻ വളരെ അടിക്കും. കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് താൻ ദൈവരാജ്യത്തെ കുറിച്ച് ഈ ഭൂമിയിൽ വന്ന് സംസാരിക്കുമ്പോൾ, ദൈവരാജ്യത്തെ കുറിച്ച് അനേകർ കേൾക്കാൻ വേണ്ടി അടുത്തു വന്നിരിക്കുമ്പോൾ കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരെല്ലാം ഇത് കേട്ട് അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ക്രമീകരണം കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ക്രമീകരണം കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കർത്താവ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഒറ്റ വാക്യത്തിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. യജമാന്റെ ഇഷ്ടം പറഞ്ഞിട്ട് ഒരുങ്ങാതിരിക്കും. നമ്മൾ പല വചനങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പല ദൂതുകൾ കേട്ടിട്ടുണ്ട്, പല ആലോചനകൾ കേട്ടിട്ടുണ്ട്, പ്രബോധനങ്ങൾ കേട്ടിട്ടുണ്ട്, എല്ലാം കേട്ടവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കേട്ടിട്ട് ആ കേട്ടതുപോലെ നമ്മൾ അത് പിന്നത്തേതിൽ അത് മറന്നു പോവുകയോ അത് ജീവിതത്തിൽ പ്രാബല്യമാക്കാതെ പോവുകയോ. കർത്താവ് യേശുക്രിസ്തു തന്റെ പുറകിൽ വന്ന അല്ലെങ്കിൽ തന്റെ കൂടെ വന്ന ഫോളോവേഴ്സായിട്ട് വന്നവരോട് വ്യക്തമായിട്ട് പറയാം, യജമാന്റെ ഇഷ്ടം അറിയണം. അത് ഇഷ്ടം അറിഞ്ഞിട്ട് അതേപോലെ നമ്മളത് ഒരുങ്ങണം. ഒരുങ്ങാൻ വേണ്ടിയാണ് കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ വന്നത്. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ തന്റെ പിതാവ് അയച്ചതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യ വിഷയം ദൈവരാജ്യത്തെ കുറിച്ച് പറയുകയും അതിലേക്ക് പിതാവ് ആകർഷിക്കുന്നതിലേക്ക് നമ്മളെ എത്തിക്കുക എന്നാണ്. ഇന്ന് നമ്മൾ ആ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 38-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്വർഗ്ഗത്തിൽ പിതാവായ ദൈവം അയച്ചിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. അവന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവരോടും ദൈവരാജ്യത്തെ കുറിച്ച് പറയണം. ആ ദൈവരാജ്യത്തെ കുറിച്ച് താൻ യേശു തന്നെയാണ് ആ ജീവന്റെ അപ്പം എന്ന് എല്ലാവരും അറിയുകയും ആ ദൈവരാജ്യത്തെ കുറിച്ച് അറിയുകയും യേശു പറഞ്ഞ വചനങ്ങൾ അല്ലെങ്കിൽ യേശു പറഞ്ഞ ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട് അത് പ്രമാണിക്കുന്നവരത്രേ എന്റെ ശിഷ്യന്മാർ എന്ന് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത് പ്രമാണിക്കുകയും അങ്ങനെ ഒരുങ്ങുകയും ചെയ്യുന്നവരത്രേ പ്രാധാന്യം. കർത്താവിടെ എടുത്ത് പിന്നെയും പറയുന്ന ഒരു സംഭവമാണ് യജമാന്റെ ഇഷ്ടം പറഞ്ഞിട്ട് ഒരുങ്ങാതെ. നമ്മൾ അനേക വചനങ്ങൾ ആലോചന കേൾക്കും, നമ്മളത് കേട്ടിട്ട് അത് അനുസരിക്കുകയും അത് പ്രമാണിക്കാതിരിക്കുമ്പോൾ ഒരുങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഈ വചനത്തെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞ് ഞാൻ ക്രമീകരിക്കുന്നു. നമുക്കറിയാം തെറ്റ് ഏതാണെന്നും വ്യക്തമാക്കി നമുക്ക് വചനത്തിൽ കൂടെ പലപ്പോഴും വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിത് ചെയ്യുന്ന തെറ്റാണ്. അറിഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരുങ്ങിയിട്ടില്ല. ഒരുങ്ങിയില്ലെങ്കിൽ കർത്താവ് രണ്ടാം വരവ് നമ്മൾ പോവുകയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം സത്യം ഏതാണെന്നും സത്യത്തിനനുസരിച്ച് ജീവിക്കാൻ കർത്താവ് യേശുക്രിസ്തു നമ്മളെ കുറിച്ച് പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കും. പലർക്കും അറിയാം കർത്താവ് യേശുക്രിസ്തു ഇതിനായി ഭൂമിയിൽ വന്നു, എല്ലാവർക്കും അറിയാം. പക്ഷേ കർത്താവ് എന്തിനു വേണ്ടി മരിച്ചു എന്ന് വരെ നമുക്കറിയാം. പക്ഷേ കർത്താവ് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാനും അനുസരിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ ഉണ്ടില്ലെങ്കിൽ നമ്മൾ
തീർച്ചയായും നിത്യതയിൽ എത്താൻ പറ്റുകയും നിത്യതയിൽ എത്താൻ പറ്റാത്തത് കൊണ്ടാണ് കർത്താവ് പറയുന്നത് ആണ്ടിട്ട് ഒരുങ്ങാതിരിക്കണമെങ്കിൽ നമുക്കറിയാം. നമ്മൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ നമ്മളൊരു സ്വാഭാവിക മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ചിന്തയാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് നല്ല ഡ്രസ്സ് നല്ലപോലെ ഒരുങ്ങി. അങ്ങനെയെങ്കിലും ഒരു മനുഷ്യന് അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായും കർത്താവോട് പ്രമാണിക്കായിട്ട് അതേ ഉദാഹരണത്തിൽ കൂടെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഒരുങ്ങണം. ദൈവവചനം കേൾക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താലേ ഒരുങ്ങി നമ്മൾ റെഡിയായി പോകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടില്ല. നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ പ്രമാണിക്കുന്നുണ്ട്. കേൾക്കുന്ന നയപ്രമാണം കേട്ട് തിരിക്കുന്നവരല്ല എന്ന് വ്യക്തമാക്കി റോമാലേഖനം 2-ാം വായിക്കുമ്പോൾ അവിടെ എഴുതിക്കുന്നവരെ നമ്മൾ കേൾക്കുന്നവരല്ല, കേട്ട് പ്രമാണിക്കുന്നവരത്രേ ദൈവത്തിന്റെ ജനമായിട്ട് നമ്മൾ മാറുന്നു. അല്ലാതെ ആരും ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കപ്പെടുന്നില്ല. കാരണം ദൈവജനം എന്ന് പറയുമ്പോൾ വചനം കേൾക്കുന്നത് മാത്രമല്ല, കേട്ട് അനുസരിക്കുന്നവരത്രേ. എന്നെ സ്നേഹിക്കുന്നവർ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് കർത്താവിന്റെ പറഞ്ഞ വചനത്തിന്റെ വ്യക്തമായിട്ട് എഴുതിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവർ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. കർത്താവ് യേശുക്രിസ്തു വന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലത് കർത്താവ് കുറച്ചും കൂടെ ഡബിളായിട്ട് പറഞ്ഞു. അമ്മയും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് വെച്ചാൽ പഴയതൊന്നും അത് അങ്ങനെ അല്ലാന്നല്ല പറഞ്ഞത്. പക്ഷെ ചിലതിന് പ്രാധാന്യം കുറച്ചുകൂടെ കർത്താവ് കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരുങ്ങിക്കൊള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഒരുങ്ങിയിട്ടില്ല. കർത്താവ് വ്യക്തമാണ് പറഞ്ഞത് യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട്, അറിയാത്തവരല്ല അറിഞ്ഞിട്ട് ഒരു കാര്യം അറിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. കേട്ടിട്ട് പ്രമാണിക്കാത്തവർ അറിഞ്ഞിട്ട് ഒരുങ്ങാതിരിക്കുന്നതിന് തുല്യം. നമ്മൾ വചനത്തിന്റെ ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് വചനങ്ങൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് തോന്നുന്നു പലരും ഈ സൂമിൽ കൂടെയും അല്ലാതെ നമ്മൾ എവിടെ യൂട്യൂബ് തുറന്ന വചനങ്ങൾ ഇഷ്ടമായാണ്. ആൾക്കാർ അനേകം പ്രവാചകന്മാരും പ്രാസംഗികരും പ്രസംഗിക്കുന്ന വചനങ്ങളുടെ ആളുകളിലേക്ക് കിടക്കുകയാണ്. ഈ നോക്കിയപ്പോൾ വചനങ്ങൾ കേൾക്കാറില്ല. പക്ഷെ ആരും കേട്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കി ആരും സ്വയം പ്രതികരിക്കും. എല്ലാവർക്കും വചനം അറിയും. പക്ഷെ അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ആരും ഒരുങ്ങാത്തവരായിട്ട് തന്നെയാണ്. കർത്താവ് വ്യക്തമായിട്ട് പറയേ ഇഷ്ടം അറിഞ്ഞിട്ട്, യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെ അവന്റെ ഇഷ്ടം ചെയ്യാതെ ഇരിക്കുന്നവന് ദാസന് വളരെ അടികൊള്ളും. എന്താണ് ഇഷ്ടം? കർത്താവിന്റെ ഇഷ്ടം ഒന്നേ ഉള്ളൂ. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിന് ശേഷം പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് യേശുക്രിസ്തുവിന് കൂടെ കാണിച്ചു തന്നു. വളരെ സിമ്പിൾ. ഞാൻ അവരുടെ എടുത്തു പറഞ്ഞ യോഹന്നാൻ സുവിശേഷം എടുത്ത് 6-ാം വാക്യത്തിൽ വരുമ്പോൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം തന്റെ പുത്രനെ ഈ ഭൂമിയിൽ വന്ന് ആ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ പുത്രൻ വന്ന് പറയുന്നത് അത്രയും പിതാവിന്റെ ഇഷ്ടം. അവൻ ഏൽപ്പിച്ച ദൗത്യം ചെയ്തിട്ട് പോവുകയാണ്. അതാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം പുത്രനിൽ കൂടെ ചെയ്തെടുക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു വചനം പറയുകയല്ല, വചനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു അതുപോലെ പ്രമാണിച്ച് കാണിച്ചു മനുഷ്യൻ എങ്ങനെ ജീവിക്കൊണ്ട് കാണിച്ചു. അങ്ങനെയാണെങ്കിൽ വ്യക്തമാക്കി മനസ്സിലാക്കുന്ന പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ് നമ്മൾ ഭൂമിയിലായിരിക്കേണ്ടതും എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായിട്ട് വചനത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്ന് കാണിച്ചു തന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. യേശു തന്നെ വന്ന് പറഞ്ഞു, യേശു പഠിപ്പിച്ചു, ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ സഹിക്കുന്ന വ്യക്തിയാണ്. എല്ലാം കർത്താവ് പഠിപ്പിച്ചു. എന്റെ ഇഷ്ടമല്ല പിതാവായ ദൈവമേ നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറും എന്ന് പറയണമെങ്കിൽ അത് പഠിപ്പിക്കുന്നെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും യേശു ദൈവമായിരിക്കെ തന്നെയാണ് തൻ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നത്, കർത്താവേ നിന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറും. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവമക്കൾ എല്ലാവരും അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരുങ്ങുകയും കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ നിറവേറും. അത് നിറവേറണമെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ അതനുസരിച്ച് പ്രമാണിക്കും. കർത്താവ് യേശുക്രിസ്തു വ്യക്തമായിട്ട് നമ്മുടെ ജനത്തോട് പറഞ്ഞ ഏറ്റവും വലിയ 2 സംഭവമാണ്. മത്തായി സുവിശേഷം 5-ാം എല്ലാവരും കൂടി എന്ന് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പാണെങ്കിൽ എന്തുണ്ടാവും? ഉപ്പ് മറ്റുള്ളവർക്ക് രുചി കൊടുക്കും. രുചി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് ഏത് ഭക്ഷണത്തിലും ഉപ്പിട്ട് എന്ന് രുചിയുണ്ടാവും. ഉപ്പിന് രുചിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് തീർച്ചയായും നമുക്കറിയാം, ഒരു ഭക്ഷണത്തിനും രുചി ഉണ്ടാകില്ല. ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്, കർത്താവിന്റെ ഇഷ്ടം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവനാമം കൊടുക്കുന്നു. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് രുചി പകരാൻ വേണ്ടി നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. നമ്മുടെ ഓട്ടം സ്ഥിരതയിൽ ഓടുമ്പോൾ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം സ്ഥിരതയോട് നമ്മൾ ഓടുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവമാണ്, ഉപ്പിനെ പോലും നമുക്ക് മറ്റുള്ളവർക്ക് രുചി പകരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ ഉപ്പാകുന്നു എന്ന് പറയണമെങ്കിൽ മറ്റുള്ളവർക്ക് രുചി പകരാൻ കർത്താവ് പോലെ ആക്കി. പിന്നീട് കർത്താവ് ആ ഭാഗത്തിന്റെ നമ്മൾ വായിച്ചപ്പോൾ കാണാൻ കർത്താവ് നിങ്ങൾ ഈ ഭൂമിയുടെ വെളിച്ചമാകും. ഈ 2 ഭാഗം കർത്താവ് 2 ഭൂമിയിൽ കൂടെ വ്യക്തമാക്കി ദൈവത്തിന്റെ ജനത്തെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കിയ വിഷയം. ഇതെല്ലാം പറഞ്ഞിട്ടാണ് കർത്താവ് ഈ ഭാഗത്തിലേക്ക് വരുന്നത്. നിങ്ങൾ ഈ ഭൂമിയുടെ വെളിച്ചമാകണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിക്കണം. ഇത് 2 കർത്താവ് വ്യക്തമായിട്ട്
ആക്കിയിരിക്കുന്നത് എന്തിനാണെന്നുള്ള ദൗത്യം കർത്താവ് യേശുക്രിസ്തു ജനത്തോട് പറയുന്നത്. അല്ലെങ്കിൽ ജനത്തോട് മാത്രമല്ല, തന്റെ കൂടെ വന്ന ശിഷ്യന്മാരായി തന്റെ കൂടെ വന്നവരോട് എല്ലാവരും പറഞ്ഞ സംഭവമാണ്. നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഈ ഭൂമിയുടെ വെളിച്ചമാകുന്നു. ഈ വെളിച്ചമുള്ള വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ കൊണ്ട് എങ്ങനെ ഇരിക്കണം, അവരെ കട്ടിലും കീഴിൽ മേലിൽ കൊണ്ട് വെക്കാനുണ്ട്. അത് വെക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രകാശമായി. അങ്ങനെ ആയിരിക്കണം കർത്താവിന്റെ ഇഷ്ടം. ഇതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഏറ്റവും വലിയ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യവും അതേപോലെ നമ്മൾ ഒരുങ്ങുകയും അതോടൊപ്പം നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. നമ്മുടെ ഓട്ടം സ്ഥിരതയിൽ ഓടുമ്പോൾ നമുക്കറിയാം, വചനം എവിടെ വായിച്ചാലും ഇത് തന്നെയാണ് കർത്താവ് വചനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ എന്താണ് ഇഷ്ടമെന്നും എങ്ങനെയാണ് ഒരുങ്ങേണ്ടതും എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ഒരുങ്ങണമെന്നും കർത്താവ് ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചുരുക്കി ഒറ്റ വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുകയും കർത്താവിന്റെ യജമാന്റെ ഇഷ്ടം പറഞ്ഞിട്ട് ഒരുങ്ങാതെ അവന്റെ ഇഷ്ടം ചെയ്യാതെ മേയ്ക്കുന്ന ദാസന്മാരുടെ അടികളും. അങ്ങനെയാണ് നമ്മൾ കൊള്ളാതിരിക്കണമെങ്കിൽ കർത്താവിൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം. ഇഷ്ടം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അടികൊള്ളും. ദൈവം ഓരോരുത്തരും തെരഞ്ഞെടുത്ത ഓരോരുത്തർക്കും ദൗത്യം നമുക്ക് ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ. ആ ജോലി ഏൽപ്പിച്ചിരിക്കും നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എത്രയും വേഗം കടന്നു പോകും. ഒന്നിൽ കർത്താവ് യേശുക്രിസ്തു എത്രയും വേഗം കടന്നു വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ നമ്മുടെ ഓട്ടം എത്ര നാളെന്ന് നമുക്കറിയത്തില്ല. എത്ര നാളെന്നുണ്ടെങ്കിൽ ആ കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ, അല്ലെങ്കിൽ യേശു പറഞ്ഞതുപോലെ നമ്മൾ ഒരുങ്ങിയിരുന്നാൽ മാത്രമേ നമുക്ക് നിത്യതയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശുവെ സ്നേഹിക്കുന്നവർ തീർച്ചയായും കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമെങ്കിൽ കർത്താവിന്റെ വരവിനായി നമ്മൾ ഒരുക്കത്തോടെ കാത്തിരിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാം ഓരോന്നായിട്ട് മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റണമെങ്കിൽ ഇടർച്ചയുള്ള സംഭവം നമ്മുടെ ജീവിതത്തിൽ മാറ്റണം. കണ്ണാണെങ്കിലും ചെവിയാണെങ്കിലും കൈയാണെങ്കിലും കാലാണെങ്കിലും നമുക്ക് വേണ്ടാത്ത ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിൽ ഒരുങ്ങാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ ഒരുങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പോലെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ നിറവേറാൻ സാധിക്കുന്നില്ല. രണ്ടും വായിച്ചാൽ ഭാഗം മനസ്സിലാകും. ഞാൻ ഈ ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യം കർത്താവ് വെളിപ്പെടുത്തി തന്നെ. ഒന്ന്, കർത്താവ് നമ്മൾ ഒരുങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം നമ്മൾ നിറവേറാൻ സാധിക്കും. നമ്മൾ ഒരുങ്ങാതിരിക്കുകയാണെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നമ്മളെ തന്നെ ക്രമീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ കേൾക്കുന്ന വചനങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് ബോധ്യമാവുകയും ആ ഇഷ്ടം നമ്മളുടെ ചെയ്തെടുക്കാൻ നമ്മുടെ ആഗ്രഹവും വാഞ്ചയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഓട്ടം സ്ഥിരതയിൽ ഓടുകയാണെങ്കിൽ കർത്താവ് എപ്പോൾ വന്നാൽ അങ്ങനെ ഒരുക്കമുള്ളവരായി നമ്മളെ കാണുകയും കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവരായി നമ്മുടെ ഓട്ടം സ്ഥിരതയിൽ ഓടി ആ നിത്യതയിൽ എത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നത് നമുക്ക് സാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെ അടികൊള്ളാതെ ദൈവം ആഗ്രഹിക്കുന്നവരെ നമ്മൾ ആയിത്തീരുവാൻ, കർത്താവിന്റെ വരവിനെ നമുക്ക് ഒരുങ്ങാൻ നമ്മളെ തന്നെ സമർപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും.
It's recording. You call me out upon the waters, the great unknown. Your feet may fail, and ever find you in the mystery, in ocean's deep. My faith will stand. And I will call upon your name and keep my eyes above the waves. When oceans rise, my soul will rest in your embrace. For I am yours and you are mine. Grace abounds in deepest waters. Your sovereign hand will be my guide. Your feet may fail and fear surrounds me. You never fail, and you won't stop now. I will call upon your name and keep my eyes above the waves. When oceans rise, my soul will rest in your embrace. For I am yours and you are mine. And you are mine. You are holy, holy. Are you Lord God Almighty? What is the Lamb? What is the Lamb? You are holy, holy, holy. Are you Lord God Almighty? What is the Lamb? What is the Lamb?